സോ ഇന്ന് നിങ്ങളുടെ അക്കൗണ്ട്സ് പേപ്പർ ആയിരുന്നു. Got mixed reviews with the paper. Few of them said the paper was okay and few of them messaged saying ഉദ്ദേശിച്ച പോലെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രോബബ്ലി ഫസ്റ്റ് അറ്റംപ്റ്റ് ആവുന്നത് കൊണ്ട് ഫൗണ്ടേഷൻ്റെ ഒരു നോർമൽ കമ്പാരിസൺ ആയിരിക്കാം. ആൻഡ് അതേഴ്സ് എക്സ്പെക്റ്റ് ചെയ്ത് ചില ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല, പക്ഷേ കുഴപ്പമില്ലാതെ എഴുതിയും തോന്നുന്നു. സോ ദാറ്റ് ഒരു ആവറേജ് പേപ്പർ റിവ്യൂ തന്നെയാണ് വന്നേക്കണേ. നോട്ട് ലൈക്ക് ദ പേപ്പർ വാസ് വെരി ഡിഫിക്കൾട്ട്, അങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. So, no matter how you have presented the paper, let it be very easy or an average or in a very bad category. ഇനി നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് പേപ്പേഴ്സാണ് കോർപ്പറേറ്റ് അതർ ലോ ആൻഡ് ടാക്സ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഞാൻ എടുത്ത് പറയുന്നതിന് റീസൺ, കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പേപ്പറായിരുന്നു ഓൾ ഇന്ത്യ ലെവലിൽ ടഫായിട്ടുണ്ടായിരുന്ന പേപ്പർ വിച്ച് ഇസ് കോർപ്പറേറ്റ് അതർ ലോ. അപ്പോൾ ആ പേപ്പർ കഴിഞ്ഞിട്ട് അതിൻ്റെ മൊത്തവും പ്രശ്നങ്ങൾ കണ്ടത് ടാക്സ് പേപ്പറിനകത്താണ്. കാരണം അത് വെച്ച് ഡിമോട്ടിവേറ്റഡ് ആയിട്ട് യു ഡിഡ് നോട്ട് പ്രിപ്പയർ ടാക്സ് പേപ്പർ വെൽ ആൻഡ് ടാക്സ് പേപ്പറിൻ്റെ മാർക്ക് അതിനനുസരിച്ച് കുറഞ്ഞു പോയി ബിക്കോസ് യു കുഡിൻ പ്രിപ്പയർ വെരി വെൽ ഫോർ ദ ടാക്സ് പേപ്പർ. സോ അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയുന്നത്. എന്നിട്ട് റിസൾട്ട് വന്ന സമയത്ത് ഇഫ് യു ആക്ച്വലി സീ ദ ലോയുടെ മാർക്സ് നോ, എൻ്റെ അറിവിൽ ആരും അങ്ങനെ ലോയ്ക്കായിട്ട് തോറ്റു പോയിട്ടില്ല. അല്ലെങ്കിൽ തീരെ പഠിക്കാതെ 3 പേപ്പറും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതല്ലാതെ ഒൺലി ബിക്കോസ് എ പേപ്പർ വാസ് വെരി ടഫ്, നോ. കാരണം 40 എങ്ങനെയും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് വരെ 57, 58 സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സംഷൻ ഒരു രീതിയിലും പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞ പിള്ളേർക്ക് എക്സംഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ പേപ്പർ വാലുവേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ടഫാക്കിയിട്ടുണ്ടായിരുന്നില്ല. മൾട്ടിപ്പിൾ ചോയ്സ് അത്രയും ടഫാക്കിയിട്ട് പോലും ഈവൻ ദ ഡിസ്ക്രിപ്റ്റീവ് വാസ് വെരി ലെങ്തി. സോ നമുക്ക് വാലുവേഷൻ തീരെ പ്രഡിക്റ്റബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ഐ ഓൾവേസ് സേ ദിസ് പേപ്പർ ഇസ് ഓവർ, നൗ യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ കമ്മിങ് 2 പേപ്പേഴ്സ്, കോർപ്പറേറ്റ് അതർ ലോ ആൻഡ് യുവർ ടാക്സ് പേപ്പർ. ഈ 2 പേപ്പറിന് ആഗ്രിഗേറ്റ് സെറ്റ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ചില കുട്ടികളുണ്ടാവും എനിക്ക് പേപ്പർ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി, ബാക്കി 2 പേപ്പേഴ്സ് ഇനി എങ്ങനെയും 40s കിട്ടിയാൽ മതി. യു ക്യാനോട്ട് പ്രെഡിക്ട് ദ വാലുവേഷൻ. നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല മാർക്ക് വീഴുന്നത്. ഇപ്പോൾ ഭയങ്കര മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റുഡൻസാണ് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞു പോവുക. തീരെ എക്സ്പെക്ട് ചെയ്യാത്ത സ്റ്റുഡൻസിനായിരിക്കും മാർക്ക് ഭയങ്കര കൂടുതലായിട്ട് കിട്ടുക. സോ ഞാൻ നിങ്ങളുടെ ടൈം അധികം കളയുന്നില്ല. മാക്സിമം ദിസ് ഇസ് എ 30 minutes to 35 minutes സെഷൻ. ചിലപ്പോൾ അത്രയും പോവില്ല. എനിക്കൊന്ന് ജസ്റ്റ് ചില ടോപ്പിക്സ് എനിക്ക് എടുത്തെടുത്തൊന്ന് പറയണം, അതിന് വേണ്ടിയിട്ടുള്ള ടൈം മാത്രമാണ്. സോ feel free to ask if you have any concern in any particular topic. Feel free to ask. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്തേക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡൺ എ ABC കാറ്റഗറി പോലെ. ഇപ്പോൾ ഫസ്റ്റ് ഐ ടെൽ യു ഹൗ ടു റിവൈസ് എ കോർപ്പറേറ്റ് അതർ ലോ പേപ്പർ. നമുക്ക് ഈ 1.5 ദിവസം എത്ര സ്മാർട്ട് വർക്കായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു, അതുപോലെയാണ് നമുക്ക് ഈ കോർപ്പറേറ്റ് അതർ ലോ പേപ്പറിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പം ഇന്നലെ വരെ എന്ത് പഠിച്ചു എന്നല്ല, ഇനി ആ പഠിച്ച സാധനം എങ്ങനെ റിവൈസ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇന്ന് എക്സാം കഴിഞ്ഞിട്ട് ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് പറഞ്ഞു തരൂ, ഇത് സ്കിപ്പ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ ഐ റിയലി ഡോണ്ട് നോ. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഐ ഗിവ് യു വൺ എക്സാമ്പിൾ. NFRA എന്ന് പറയുന്ന ടോപ്പിക് ഇഫ് യു സി തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റിലും ഉണ്ട്, അതിൻ്റെ തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റിലും ഉണ്ട്. ഇന്റേണൽ ഓഡിറ്റർ എന്ന് പറയുന്ന ടോപ്പിക്ക് അതിൻ്റെ തൊട്ട് മുന്നിലത്തെ അറ്റംപ്റ്റിലും ഉണ്ട്, May 2025 അറ്റംപ്റ്റിലും ഉണ്ട്. സോ വി കനോട്ട് പ്രെഡിക്റ്റ് ദറ്റ് ഈ ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് ഇത് വരില്ല, അങ്ങനെ നമുക്കൊരു ഫാക്കൽറ്റിക്ക് ഒരിക്കലും എടുത്ത് പറയാൻ പറ്റില്ല. പിന്നെ വി കാറ്റഗറൈസ് ഞാനിപ്പം MTP RTP പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ അനലൈസ് ചെയ്തിട്ട് കാറ്റഗറി A എന്നും പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്ന ടോപ്പിക്സാണ് ഇപ്പം ഞാൻ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഹൗ യു ഹാവ് ടു പ്രിപ്പയർ. ഇപ്പോൾ ടുഡേ ഇറ്റ്സ് എ വെരി എക്സോസ്റ്റിംഗ് ഡേ ഫോർ യു. കാരണം ഇറ്റ് വാസ് എ ഫസ്റ്റ് എക്സാം. യു ഹവ് ഗിവൺ യുവർ ബെസ്റ്റ് in terms of waking up in the morning and putting all your efforts. സോ കൂടുതൽ ഓവർ ബേർഡൻ ചെയ്യുന്നതല്ല. സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ഞാൻ പറയാം, ഇന്ന് കുറേ അങ്ങിരുന്ന് പഠിക്കാൻ നോക്കും. എനിക്ക് അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റിയില്ല, ഞാൻ ഇന്നൊരു 4 ചാപ്റ്റർ ഭയങ്കര കിടിലുമായിട്ട് പഠിക്കാൻ പോകും. വെറുതെയാണ്, നിങ്ങളൊന്നും ഓർത്തിരിക്കാൻ പോകുന്നില്ല മറ്റന്നാളത്തെ എക്സാമിന്. ഒരു ടൈം ബീങ്ങിലേക്ക് എല്ലാം ഓർത്തെടുക്കാൻ പറ്റും, പക്ഷേ മറ്റന്നാളത്തെ എക്സാമിന് നിങ്ങൾ മറന്നു പോകും. സോ ഗിവ് യുവർ ബ്രെയിൻ എ ലിറ്റിൽ ബ്രേക്ക്. ഫീഡ് ദ ബ്രെയിൻ വിത്ത് എ വെരി സ്മോൾ പോർഷൻ റാദർ ദെൻ ക്ലട്ടറിങ് ദ ബ്രെയിൻ. ടൂ മെനി ടോപ്പിക്സ് കൊടുത്തിട്ട് അതിന് പ്രഷർ കൊടുക്കാതെ പഠിക്കുന്ന സാധനം ക്വാളിറ്റിയോടുകൂടി റിവൈസ് ചെയ്യുക. കുറേ ടോപ്പിക്സ് റിവൈസ് ചെയ്യുന്നതിലല്ല കാര്യം, അല്ലെങ്കിൽ കുറേ ടോപ്പിക് ഇങ്ങനെ വായിച്ച് പോകുന്നതിലല്ല കാര്യം. നമ്മൾ പഠിക്കുന്ന സാധനത്തിന് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം. സോ ദാറ്റ് ഇസ് എ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. സോ ഞാൻ ഇത്രയും ചാപ്റ്റേഴ്സ് ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ചാപ്റ്റർ വൈസ്, ഓക്കെ, ദ എൻറ്റയർ ലോയുടെ. സോ ഓൾ വാട്ട് യു ഹാവ് ടു റിവൈസ് ടുഡേ ഈസ് പ്രിലിമിനറി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അതിന് മാത്രമാണ് ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് മാർക്ക് ചെയ്യാത്തത്, ബിക്കോസ് ഇറ്റ് ഇസ് എ ഡെഫിനിഷൻ ചാപ്റ്റർ, വെരി അൺപ്രഡിക്റ്റബിൾ. ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് പ്രയോറിറ്റിക്ക് അനുസരിച്ച് നോക്കേണ്ടതെന്ന്. ഐ ഹവ് നോട്ട് റിട്ടൺ ഇറ്റ് ഹിയർ. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, ലിസ്റ്റഡ് കമ്പനി, റിലേറ്റഡ് പാർട്ടി ആൻഡ് നമ്മുടെ ഓഫീസർ ഇൻ ഡിഫോൾട്ട്, ഈ 5 എണ്ണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ യു ക്യാൻ കാറ്റഗറൈസ് ഹോൾഡിംഗ് സബ്സിഡിയറി, അസോസിയേറ്റ് കമ്പനി.
ബാക്കി എഗെയിൻ വരാം വരാതിരിക്കാം എന്നുള്ളൊരു കാറ്റഗറിയാണ് പ്രിലിമിനറി. ഭയങ്കര മാർഗമായിട്ട് മാർക്ക് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ അല്ല, പക്ഷേ കഴിഞ്ഞ അറ്റംപ്റ്റ് കഴിഞ്ഞതോടുകൂടിയാണ് എനിക്കൊരു പേടി. അതുകൊണ്ട് പ്രിലിമിനറി സെൻസ് ഇറ്റ്സ് എ ഡെഫിനിഷൻ ചാപ്റ്റർ, എടുത്ത് ഒരു കാര്യം നിങ്ങൾക്ക് ഓർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഹോൾഡിംഗ്, സബ്സിഡറി, അസോസിയേറ്റ് കമ്പനി ആൻഡ് ലൈക്ക് ഐ സെഡ് ലിസ്റ്റഡ് കമ്പനി എന്നാണ് കേസ് ബേസ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. നല്ലൊരു ക്വസ്റ്റ്യൻ വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്, ആ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പോകണം. ലിസ്റ്റഡ് കമ്പനി, ഓഫീസർ ഇൻ ഡിഫോൾട്ട്, റിലേറ്റഡ് പാർട്ടി, ദീസ് ആർ ദ ടോപ്പിക്സ് ദറ്റ് യു ഹാവ് ടു കവർ. ബാക്കിയെല്ലാം അതതായ ചാപ്റ്ററിൽ ഡെഫിനേഷൻ വരുന്നതുകൊണ്ട് വീണ്ടും ഡെഫിനേഷൻസ് നോക്കി സമയം കളയേണ്ട ആവശ്യമില്ല. നൗ ഇറ്റ്സ് നോട്ട് അബൌട്ട് റീഡിംഗ് ദ ടോപ്പിക്, ഓൾ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ബി ഫെമിലിയർ വിത്ത് ദ ക്വസ്റ്റ്യൻസ്. കാരണം കുറേ ടോപ്പിക്സ് പഠിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ച സാധനം മറന്നു പോകും. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യണം. നമുക്ക് ടോപ്പിക്സ് എത്രത്തോളം ഓർത്തെടുക്കുക എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ഇപ്പം ഞാൻ പറഞ്ഞ ടോപ്പിക്സിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വർക്ക് ബുക്കിനകത്തുണ്ടാവും. അത് വായിച്ചിട്ട് ബാക്കി പ്രിലിമിനറിയുടെ ക്വസ്റ്റ്യൻസ് വായിക്കുക. കേസ് ബേസ് ക്വസ്റ്റ്യൻ എന്തെങ്കിലും പ്രിലിമിനറിക്കകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുത്ത് വായിക്കാം. ഇപ്പോൾ ഹോൾഡിംഗ്, സബ്സിഡറി, അസോസിയേറ്റ്, ലിസ്റ്റഡ്, ഓഫീസർ ഇൻ ഡിഫോൾട്ട്, റിലേറ്റഡ് പാർട്ടി, ഇങ്ങനത്തെ ടോപ്പിക്കുകൾ അല്ലാതെ ഇഫ് യു ആർ ഫൈൻഡിങ് അതെ പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, ഇത് അല്ലാതെ ഇഫ് യു ഫൈൻഡ് എനി അതർ ക്വസ്റ്റ്യൻസ് ഇൻ ദ പ്രിലിമിനറി ചാപ്റ്റർ, ക്വസ്റ്റ്യൻ ആൻഡ് പ്രൊവിഷൻ. നിങ്ങൾ പ്രൊവിഷൻ, അനാലിസിസ്, കൺക്ലൂഷൻ എഴുതി നോക്കലൊന്നും ഇനി ടൈമില്ല. ഓൾ വാട്ട് ഐ എം സെയിങ് ഇസ്, ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങളെ ഞാനതൊന്ന് പ്രാക്ടിക്കലി പറഞ്ഞുതരാം. നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ ഒരു സിനാരിയോ സംഭവിച്ചു, നമ്മൾ ചുമ്മാ എന്തോ കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ട്, അത് ലൈഫിൽ എവിടെ അപ്ലൈ ചെയ്തിട്ടില്ല. യു വിൽ ഫൊഗെറ്റ് വാട്ട് യു സ്റ്റഡീഡ്. ഇൻസ്റ്റെഡ് നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യം സംഭവിച്ചു, നിങ്ങൾ ആ പറയുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്തു. നൗ സിമിലർ ആയിട്ടൊരു സർക്കംസ്റ്റാൻസ് വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ സംഭവം വന്നപ്പോൾ ഞാൻ ഇതിന് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്തത് എന്ന് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. സെയിം ലോജിക്കാണ് ഇവിടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുക. ജസ്റ്റ് ഓപ്പൺ യുവർ വർക്ക് ബുക്ക്, യുവർ RTP, യുവർ MTP, എല്ലാത്തിനും കൂടെ ഒരു കോമ്പിനേഷനാണ് നിങ്ങളുടെ വർക്ക് ബുക്ക്. അപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്കിൻ്റെ ആ ക്വസ്റ്റ്യൻ പോയി വായിക്കുക, എങ്ങനെയാണ് ആൻസർ പ്രസൻറ്റ് ചെയ്തേക്കുന്നത് നോക്കുക, ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ. അപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ കുറേ ക്വസ്റ്റ്യനും ഇതും കംപ്ലീറ്റഡ് ആയി പോകും. കുറേ ടോപ്പിക്സ് പഠിക്കുമ്പം 100% you will forget on the day of the exam. So preliminary chapter ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, I have just told you. Now, അപ്പോൾ ഇന്ന് റിവൈസ് ചെയ്യേണ്ട ചാപ്റ്ററാണ്. വൺ ഇസ് പ്രിലിമിനറി ആൻഡ് ദ അതർ വൺ ഇസ് ഡിവിഡൻറ്റ്. ഇഫ് യു ആർ റിയലി എക്സോസ്റ്റഡ്, ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആണ്, എനിക്ക് അല്ലെങ്കിൽ ഇത്ര എടുക്കാൻ പറ്റുന്നില്ല, ഉറങ്ങിപ്പോവുകയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഡിവിഡൻ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് അടുത്ത ദിവസത്തേക്ക് പഠിക്കാവുന്ന രീതിയിലും കാറ്റഗറൈസ് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. സോ ഐം ഗിവിംഗ് യു ഓപ്ഷൻ നമ്പർ 1, either study preliminary and dividend together today, or you can just do the preliminary part. ചെയ്യുന്ന സാധനം ക്വാളിറ്റിയോടുകൂടി ചെയ്യണം. If you are just doing preliminary, take 2 hours. If you're doing preliminary and dividend for both of those chapters, you cannot take more than 3 hours. Maximum 3 hours ആണ്. അതിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ക്വസ്റ്റ്യൻ. ഇപ്പോൾ സെക്ഷൻ ഫോർ എക്സാമ്പിൾ ലെറ്റ് മീ ടെൽ യു, സെക്ഷൻ 127 ആൻഡ് എക്സെപ്ഷൻസിനെ ബേസ് ചെയ്യുന്ന മിനിമം 6 ക്വസ്റ്റ്യൻ വർക്ക് ബുക്കിനകത്ത് കിടപ്പുണ്ട്. ഡോണ്ട് ഡു ദറ്റ്, ജസ്റ്റ് 1 ക്വസ്റ്റ്യൻ. 127 ആ ബേസ് ചെയ്യുന്ന എക്സെപ്ഷനെ ബേസ് ചെയ്യുന്ന, ഇപ്പോൾ 5 എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ 5 എക്സെപ്ഷൻസിൻ്റെയും പല ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് പോകാം. ഒരേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്പറും പേരും മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ അത് 1 ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ മതി, എല്ലാ ക്വസ്റ്റ്യനും നോക്കേണ്ട ആവശ്യമില്ല. ദറ്റ്സ് വാട്ട് ഐ മെൻറ്റ്. ഓക്കെ, സോ ഐ എം ജസ്റ്റ് ഡയറക്ട്ലി ഗോയിങ് ടു ദ ഡിവിഡൻറ്റ് ടോപ്പിക് ദറ്റ് യു ഹാവ് ടു ഡു ടുഡേ ഇഫ് യു ആർ ഡൂയിങ് ഡിവിഡൻറ്റ്. ഡിവിഡൻറ്റ് ഇസ് എ വെരി സ്മോൾ ചാപ്റ്റർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് പറയാം, കാറ്റഗറൈസ് ചെയ്തിട്ട് പറയാം. ഫസ്റ്റ് പ്ലീസ് റീഡ് സെക്ഷൻ 127. 127 എന്ന് പറഞ്ഞാൽ 30 ഡേയ്സിനുള്ളിൽ ഡിവിഡൻറ്റ് പേ ഓഫ് ചെയ്യേണ്ട ടൈം ലിമിറ്റിനെ പറ്റി പറയുന്നതാണ്. 127 30 ഡേയ്സിനുള്ളിൽ ഡിവിഡൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പെനാൽറ്റി വരും. ആ പെനാൽറ്റി പഠിക്കണം. 5 എക്സെപ്ഷൻസിനകത്ത് കവേർഡ് ആണെങ്കിൽ 127 പെനാൽറ്റി അട്രാക്റ്റഡ് ആവില്ല. സോ ഫസ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി ഗിവൺ ടു 127. Then come to 123, read with rule 3. റൂൾ 3 ഉണ്ട് നിങ്ങളുടെ. ആ റൂൾ 3 പറയുന്നില്ലേ, ഇന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഡിവിഡൻറ്റ് കൊടുക്കാൻ പാടുള്ളൂ. അതായത് കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് എടുക്കണം, നിങ്ങളുടെ അൺഅബ്സോർബ് ഡിപ്രീസിയേഷനോ നിങ്ങളുടെ ക്യാരി ഫോർവേഡ് ലോസസ് ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. സോ 123 റെഡ് വിത്ത് റൂൾ 3, അതിനെ ബേസ് ചെയ്യുന്ന ഒരു 2 ക്വസ്റ്റ്യൻ മാത്രം നോക്കുക. Then comes 125. 125 is IEPF. ഈ IEPFനകത്ത് നിങ്ങൾ കാര്യമായിട്ട് നോക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പം IEPFും അൺപെയ്ഡ് ഡിവിഡൻറ്റും കൂടെ ഒരു കമ്പൈൻ ക്വസ്റ്റ്യൻ വരാനാണ് ചാൻസ് കൂടുതൽ. അതായത് അൺപെയ്ഡ് ഡിവിഡൻറ്റ് അക്കൗണ്ടിനകത്ത് 7 വർഷമായിട്ട് ഫണ്ട് കിടപ്പുണ്ടായിരുന്നു, എന്നിട്ട് 7 വർഷത്തിന് ശേഷം ഇത് IEPF ഫണ്ടിലോട്ട് മാറ്റി. ഇനിയിപ്പം ഒരാൾ വന്നിട്ട്, ഒരു അൺക്ലെയിംഡ് ആയിട്ടുള്ള ഒരാൾ, അയാൾക്ക് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അയാൾ വന്ന് ക്ലെയിം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അയാൾക്ക് അത് എങ്ങനെ ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും? സോ ഏത് അതോറിറ്റിയുടെ അടുത്ത് അപ്ലൈ ചെയ്യണം, എത്ര ദിവസത്തുള്ളിൽ അപ്ലൈ ചെയ്യണം? സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അതോറിറ്റി, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് അതോറിറ്റി, അതാണ് 125 കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ദ എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഇൻ IEPFനകത്ത് വരുന്ന ഫണ്ടുകൾ ഏതൊക്കെ, സോ അതാണ് 125 വരെ. എല്ലാം ഒന്നും നോക്കിയില്ലെങ്കിലും
അറ്റ്ലീസ്റ്റ് അതിനകത്തൊരു 5-6 ഓർത്തിരുന്നാൽ മതി. ദ ഫണ്ട് ടു ബി ക്രെഡിറ്റഡ് അണ്ടർ 125. സോ 127, 123 റെഡ് വിത്ത് റൂൾ 3, 125 ആൻഡ് ദെൻ 124 വരാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് ആണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്പർ ഓഫ് ഡേയ്സിൽ ഇട്ടിട്ടാണ് MCQ നമ്മളെ പിടിച്ചേക്കുന്ന. കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ തവണ അങ്ങനെയാണ്. 125 സെക്ഷൻ 124 അൺപെയ്ഡ് ഡിവിഡൻറ്റിനകത്ത് കുറേ നമ്പർ ഓഫ് ഡേയ്സ് വരുന്നുണ്ട്. ഇൻക്ലൂഡിങ് ദ വെബ്സൈറ്റിനകത്ത് ഇടുന്ന നമ്പർ ഓഫ് ഡേയ്സ് 90 ഡേയ്സിനുള്ളിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് പറയണേ. പിന്നെ പെനാൽറ്റിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് 12%. സോ അതൊക്കെ മൾട്ടിപ്പിൾ ചോയ്സിനകത്ത് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സെക്ഷൻ 124. സോ ദിസ് ഇസ് വിത്ത് ഡിവിഡൻഡ് ചാപ്റ്റർ. ഇതിനകത്ത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ടുണ്ട്, RTP November 2023. ആ ക്വസ്റ്റ്യൻ എടുത്തൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ വർക്ക് ബുക്കിനകത്ത് കിടപ്പുണ്ട്. RTP November 2023 ക്വസ്റ്റ്യനും കൂടെ എടുത്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം. RTP November 2023 പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാതെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ് കൊണ്ടുപോവുകയാണ്. പിന്നെ നിധി കമ്പനിയെ ബേസ് ചെയ്യുന്ന ഒരു ഡിവിഡൻഡ് ഏരിയ, നിധി കമ്പനീനെ ബേസ് ചെയ്യുന്ന ഡിവിഡൻഡ് ഏരിയ. ദീസ് ആർ ദ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഡിവിഡൻഡ് ചാപ്റ്റർ. വെരി സ്മോൾ ചാപ്റ്റർ. സോ പ്രിലിമിനറിയും ഡിവിഡൻറ്റും ഇന്ന് റിവൈസ് ചെയ്യേണ്ട ടോപ്പിക്ക് ഞാൻ പറഞ്ഞു. ഇഫ് യു ആർ നോട്ട് റിവൈസിങ് ഡിവിഡൻഡ് ടുഡേ, നോ പ്രോബ്ലം, യു ക്യാൻ ഡു ഇറ്റ് ടുമോറോ ഓർ ഈവൻ യു ക്യാൻ ഡു ഓൺ ദ ഡേ ഓഫ് ദ എക്സാം. അതെങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. സോ ഇഫ് യു ഡൂയിങ് പ്രിലിമിനറി, ഞാൻ പറഞ്ഞ ടോപ്പിക്സും ബാക്കി അഡീഷണൽ ക്വസ്റ്റൻസും നിങ്ങൾ വായിച്ചു നോക്കുക. ഡിവിഡൻഡ് യു ഡു ഇറ്റ് ഇൻ ദിസ് പെർട്ടിക്കുലർ ഓർഡർ. നോ കമ്മിങ് ടു ടുമോറോസ് ടോപ്പിക്. ഇതെല്ലാം നാളത്തെ ടോപ്പിക്കാണ്. ഓൺ ദ ഡേ ഓഫ് എക്സാം ഞാൻ സെപ്പറേറ്റ് പറയാം. ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി. ഓക്കെ, ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പ്രൊമോട്ടറിനെ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു പെർട്ടിക്കുലർ പേഴ്സൺ, ഹീസ് ബേസിക്കലി ആ കമ്പനിയുടെ CFO ആണ്. പിന്നെ അയാൾക്ക് വേറൊരു അഡീഷൻ, അയാൾ കമ്പനിയുടെ അഫയേഴ്സ് ഓഫ് ദ കമ്പനിയിൽ മാനേജ് ചെയ്യുന്ന ഒരാളുമാണ്. ഇയാളെ പ്രൊമോട്ടർ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഇടാൻ പറ്റുമോ? അല്ലെങ്കിൽ കമ്പനിക്ക് അയാൾ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറി സർവീസും കൂടെ കൊടുക്കുന്നുണ്ട്. അയാളെ പ്രൊമോട്ടർ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഇടാൻ പറ്റുമോ? ഐ തിങ്ക് ഇറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 1 ഇൻ വർക്ക് ബുക്ക്. ഡു ദറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. OPC ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കുറച്ച് നാളായി. സോ OPCക്കകത്ത് നോമിനിക്ക് ആർക്കൊക്കെ നോമിനി ആകാൻ പറ്റും, നോമിനി വിഡ്രോവൽ, പിന്നെ അത് OPCക്കകത്ത് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇന്ത്യൻ സിറ്റിസൺ, നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം, നമ്മുടെ ഇന്ത്യയിൽ ഇത്ര ദിവസം നിന്നിട്ടുണ്ടായിരിക്കണം. നോമിനിയുടെ ക്വാളിഫിക്കേഷനും സെയിം തന്നെയാണ്. ഫൗണ്ടേഷനകത്ത് നമ്മൾ എടുത്തെടുത്ത് പറയുന്ന ടോപ്പിക്കാണ്. സോ ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ വി ആർ എക്സ്പെക്ടിങ് ഫോർ ദിസ് പെർട്ടിക്കുലർ അറ്റംപ്റ്റ്. പിന്നെ നെയിം റിസർവേഷൻ, അതിനകത്തും കുറച്ച് നമ്പർ ഓഫ് ഡേയ്സ് പറയുന്നുണ്ട്. ഒരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്ര നാളത്തേക്കാണ് ROC നെയിം റിസർവ് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഫർദർ എക്സ്റ്റൻഷൻ പോസിബിൾ ആണോ, എത്ര രൂപ വെച്ചാണ് നിങ്ങൾ അഡീഷണൽ എമൗണ്ട് കൊടുക്കേണ്ടത്, നെയിം റിസർവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര ദിവസത്തേക്കാണ് ROC നെയിം റിസർവ് ചെയ്ത് വെക്കുക. സോ ആ നെയിം റിസർവേഷൻ, നെയിം ക്ലോസ്, നെയിം റിസർവേഷൻ, ദാറ്റ് പെർട്ടിക്കുലർ പാർട്ട് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ കംസ് എ എൻട്രൻച്ച്മെൻറ്റ് വിച്ച് ഇസ് ആക്ച്വലി ഫൗണ്ടേഷൻ ലെവൽ ആൻഡ് ഇൻ്റർ ലെവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 5 ആണ്. സെക്ഷൻ 5 ഞാൻ ക്ലാസ്സിലും പറയുന്നതാണ്. സെക്ഷൻ 5 അതിനകത്ത് അവർ സംതിങ് വിച്ച് ഇസ് മോർ റെസ്ട്രിക്റ്റീവ് ദെൻ SR പറ്റി പറയുന്നതാണ് ഈ പെർട്ടിക്കുലർ എൻട്രൻച്ച്മെൻറ്റ് പോർഷൻ. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഗോയിങ് ത്രൂ ദ എൻട്രൻച്ച്മെൻറ്റ് പോർഷൻ. എൻട്രൻച്ച്മെൻറ്റിനകത്ത് എനിക്ക് തോന്നുന്നു യാദവ് ഡയറി പ്രോഡക്ട്സ് അങ്ങനെ എന്തൊരു ക്വസ്റ്റൻ ആണ് വർക്ക് ബുക്കിനകത്ത് കിടക്കുന്നത്. ഗോ ത്രൂ ദാറ്റ് എൻട്രൻച്ച്മെൻറ്റ് പോർഷൻ. ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്, വൈ ഡിഡ് ഐ particularly put that question? കുറേ നാളായി ഡോക്ട്രൈൻ ചോദിച്ചിട്ട്. സോ ദർ ആർ ചാൻസസ് ദാറ്റ് കുട്ടികൾ ഇത് ഫൗണ്ടേഷൻ ലെവലിൽ പഠിച്ചതാണല്ലോ, അപ്പോൾ അവർ മറന്നുപോയി കാണും, അല്ലെങ്കിൽ ദർ ആർ വെരി ലെസ് ചാൻസസ് ദിൽ റിവൈസ് ഇറ്റ്, അങ്ങനെ ഒരു തോട്ട് അവർക്ക് വെച്ചേക്കാം. സോ അതുകൊണ്ട് ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് ജസ്റ്റ് നോക്കണം. അതിനകത്ത് നമ്മുടെ തുർക്കൻ റൂളൂടെ നോക്കിയിട്ട് പോകണം. റോയൽ ബ്രിട്ടീഷ് ബാങ്ക് വേഴ്സസ് തുർക്കൻ, ആ പറയുന്നത് ടർക്കൻ തുർക്കൻ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ കാറ്റഗറൈസ് ചെയ്ത് വിളിക്കാം. സോ ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് ഇൻക്ലൂഡിങ് ദ കേസ് ലോ. അതിനകത്തെ 3 എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മുടെ നോളജ് ഓഫ് ഇറഗുലാരിറ്റി, നെഗ്ലിജൻസ്, ഫോർജറി, ആ 3 ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയിക്കോണം. പിന്നെ സബ്സ്ക്രിപ്ഷൻ ടു MOA ആൻഡ് AOA, ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ്. മെയ് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ, മെയ് 2024 സോറി Jan 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ദിസ് വൺ. Jan 2025 സബ്സ്ക്രിപ്ഷൻ ടു MOA AOA ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഒരു ലിസ്റ്റ് നമ്മുടെ ആ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരാൾ ലിറ്ററേറ്റ് പേഴ്സൺ ആയിരിക്കണം, ഇത്ര പേര് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അവർക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാൻഡം, സബ്സ്ക്രൈബേഴ്സ് ടു ദ AOAയുടെ ക്വാളിഫിക്കേഷൻ ബേസിസ് വരുന്ന ഒരു ഏരിയ ഉണ്ട്. ഒരു ബോക്സിനകത്ത് വരച്ചിട്ട് സ്റ്റഡി മെറ്റീരിയലിനകത്ത് കിടപ്പുണ്ട്. അതിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു Jan 2025. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഡു ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഗോ. പിന്നെ സെക്ഷൻ 10A ഈ തവണ ഐദർ MCQ ഓർ ദ ഡിസ്ക്രിപ്റ്റീവ് പാർട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സെക്ഷൻ 10A എന്ന് പറയുന്ന ഏരിയ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ബിസിനസ് കമൻസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഇല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഒരു കമ്പനി ബിസിനസ് കമൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്.
സെക്ഷൻ കമ്പനിയെ ബേസ് ചെയ്ത് അഗൈൻ റിവോക്കേഷൻ ഓഫ് ലൈസൻസോ അല്ലെങ്കിൽ അതിൻ്റെ കൺവേർഷനോ യു ആർ ഐദർ കൺവേർട്ടിംഗ് ഇൻ ടു പ്രൈവറ്റ് ഓർ എ പബ്ലിക് കമ്പനി ഓർ എ സിമിലർ സെക്ഷൻ കമ്പനി ഓർ വൈൻഡിങ് അപ്പ് ആ പറയുന്ന ഏരിയ എന്ന് ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. ഐദർ റിവോക്കേഷൻ ഓർ ദറ്റ് കൺവേർഷൻ പെർട്ടിക്കുലർ പാർട്ട്. സബ്സിഡിയറി ഹോൾഡിംഗ് കമ്പനി റെസ്ട്രിക്ഷൻ നമ്മൾ ഓൾറെഡി പലതവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. സബ്സിഡിയറി കമ്പനി കാനോട്ട് ഹോൾഡ് ഷെയർസ് ഇൻ ദ ഹോൾഡിംഗ് കമ്പനി. പക്ഷേ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, 3 എക്സെപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഒരെണ്ണത്തിനകത്ത് മാത്രം വോട്ടിംഗ് റൈറ്റ് കിട്ടില്ല, ബാക്കി 2 വോട്ടിംഗ് റൈറ്റ് കിട്ടും. അതിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റൻ RTP MTPക്കകത്തും കിടപ്പുണ്ട്. സർവീസ് ഓഫ് ഡോക്യുമെൻറ്റ് അഗെയിൻ ദിസ് ഇസ് ദ ഹയസ്റ്റ് ഓഫ് ഓൾ. ഐ ഫീൽ ദിസ് ടൈം ഇറ്റ് വിൽ കം. ROCക്ക് ഡോക്യുമെൻ്റ് അയക്കുമ്പോൾ, കമ്പനിക്ക് ഡോക്യുമെൻ്റ് അയക്കുമ്പോൾ, മെമ്പേഴ്സിന് ഡോക്യുമെൻ്റ് അയക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സെർവ് ചെയ്യേണ്ടത്, അതിനകത്ത് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ഗോ ത്രൂ സർവീസ് ഓഫ് ഡോക്യുമെൻറ്റ്. എഗെയിൻ RTP MTP ക്വസ്റ്റനും കൂടെയാണ്. വി ആർ എക്സ്പെക്ടിങ് ദിസ് പെർട്ടിക്കുലർ ഏരിയ. സോ ദിസ് ഇസ് കാറ്റഗറി A. ഇതിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ബാക്കി ക്വസ്റ്റ്യൻ ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനിയുടെ നോക്കാം. എല്ലാത്തിനും ഒരു 1.5 മണിക്കൂർ നോക്കുക. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാൻ പറയുന്നത്. സോ ക്വസ്റ്റ്യൻ കവേർഡ് ആവും, ആൻസറും കവേർഡ് ആവും. ജസ്റ്റ് വായിച്ച് വിടുക. ഓക്കെ, ജസ്റ്റ് ഡോണ്ട് ഗോ ത്രൂ ദ അനാലിസിസ് പാർട്ട് ആൻഡ് ഓൾ ഇൻ ഡീറ്റെയിൽ. പ്രോസ്പെക്ടസും നാളെ നോക്കേണ്ട ചാപ്റ്റർ തന്നെയാണ് പ്രോസ്പെക്ടസ്. ഇത് സെക്ഷൻ 26 ആണ് ഫസ്റ്റ് ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറ്റേഴ്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോസ്പെക്ടസ്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രോസ്പെക്ടസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് സെക്ഷൻ 26. ഷെൽഫ് ആൻഡ് റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ്. അഗെയിൻ അതിനകത്ത് റെഡ് ഹിയറിംഗ് ചോദിക്കാനാണ്. ഷെൽഫ് ആണെങ്കിലും റെഡ് ഹിയറിംഗ് ആണ്, രണ്ടും കേസ് ബേസ് ക്വസ്റ്റൻ തന്നെയാണ്. എല്ലാം കേസ് ബേസ്ഡ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണേ. ഷെൽഫ് ആൻഡ് റെഡ് ഹിയറിംഗിൽ ഫസ്റ്റ് ഗിവ് പ്രയോറിറ്റി ടു റെഡ് ഹിയറിംഗ് ആൻഡ് ദെൻ കം ബാക്ക് ടു ഷെൽഫ്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഇവിടെയൊക്കെ തൊട്ട് ചോദിച്ചതുകൊണ്ട് ഇറ്റ് ക്യാൻ ഗെറ്റ് റിപ്പീറ്റഡ്, ബട്ട് സ്റ്റിൽ ഐം ടെലിംഗ് യു ഷെൽഫ് ആൻഡ് റെഡിനകത്ത് ഗിവ് പ്രയോറിറ്റി ടു റെഡ് ഹിയറിംഗ് ആൻഡ് ദെൻ കം ടു ദ ഷെൽഫ് പ്രോസ്പെക്ടസ്. എഗെയിൻ സെക്ഷൻ 26 ആയിട്ട് എനിക്ക് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും റിപ്പീറ്റഡ് ആയിട്ടും ചോദിച്ചിരിക്കുന്നതാണ് നമ്മുടെ സിവിൽ ലൈബിലിറ്റി, ക്രിമിനൽ ലൈബിലിറ്റി, 36, 37 ക്ലാസ് ആക്ഷൻ സ്യൂട്ട് ഉൾപ്പെടെ. 37 ഞാൻ അത്രയും എക്സ്പെക്ട് ചെയ്യുന്നില്ല, പക്ഷേ ഇതിൻ്റെ കൂടെ വരുന്നത് കൊണ്ട് മാത്രം പ്രോബബ്ലി യു ക്യാൻ ഇൻക്ലൂഡ് 37 ഓൾസോ. 34, 35, 36, 37. 26 കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നതാണ് 34, 35, 36, 37. ദെൻ കം ലിസ്റ്റിംഗ്. അതായത് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്ത് 3 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആപ്ലിക്കേഷൻ കൊടുത്തു, അല്ലെ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആപ്ലിക്കേഷൻ കൊടുത്തു, ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ സെക്ഷൻ 40 ആണ്, റിജക്റ്റ് ചെയ്യുന്നു, ബാക്കി ഒരെണ്ണം അക്സെപ്റ്റ് ചെയ്യുന്നു. നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ? സോ ലിസ്റ്റിംഗ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരുന്നു അത്. ദാറ്റ് ഇസ് ദിസ് പെർട്ടിക്കുലർ വൺ. അപ്പോൾ അതും നിങ്ങൾ നോക്കിക്കോണം. പിന്നെ വരുന്നതാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ. മിനിമം സബ്സ്ക്രിപ്ഷനകത്ത് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ഓർ കേസ് ബേസ് ക്വസ്റ്റൻ ആയിട്ട് അവർക്ക് ചോദിക്കാം. മിനിമം എത്ര സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം? അത് കമ്പനീസ് ആക്ട് പ്രകാരം വേറൊരു ലിമിറ്റാണ്, സെബി പ്രകാരം വേറൊരു ലിമിറ്റാണ്. 2 ആൻസറിനകത്ത് വന്നിട്ടുണ്ടായിരിക്കണം. പിന്നെ മിനിമം എമൗണ്ട് ടു ബി പെയ്ഡ് എത്രയാണ്? സോ ഈ 2 ബേസ് ചെയ്തിട്ടാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ ക്വസ്റ്റൻ. എനിക്ക് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ജസ്റ്റ് ലൈക്ക് സെക്ഷൻ 26 ആൻഡ് നമ്മുടെ 34, 35, 36 റിപ്പീറ്റഡ് ക്വസ്റ്റൻ. ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അണ്ടർ റൈറ്റിംഗ്. അറ്റ്ലീസ്റ്റ് 7 or 8 attempts they asked അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. അത് ഡിബെഞ്ചർ ആണെങ്കിൽ എത്രയായിരിക്കും അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ കൊടുക്കേണ്ടത്? ഷെയർസ് ആണെങ്കിൽ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എത്രയാണ് കൊടുക്കേണ്ടത്? പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഞാൻ ഇട്ടേൻ്റെ കാര്യം ഇത്തവണത്തെ RTP MTPക്കകത്ത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. സോ പ്രിഫറബിളി ഐ വുഡ് സേ നിങ്ങളുടെ വർക്ക് ബുക്കിനകത്തെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ക്വസ്റ്റൻ നോക്കണ്ട, ഇത്തവണത്തെ RTP MTP ക്വസ്റ്റനകത്തെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നോക്കിയാൽ മതി. ബിക്കോസ് ദർ ഇസ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റൻ. Workbook question is very easy, so I don't want you to go through the private placement question which is given in the workbook. Just go through this attempts RTP MTP for private placement. കാരണം RTPക്ക് അത് തൊട്ടിട്ടുണ്ട്, MTPക്ക് അത് തൊട്ടിട്ടുണ്ട്. GDR is an area where they've not asked questions at all. അതുകൊണ്ട് I feel GDRയിൽ നിന്ന് എന്ത് വന്നേക്കാം, ക്വസ്റ്റൻ വന്നേക്കാം. So this is a priority area which you have to study in the prospectus part. ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചർ എനിക്ക് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ മാർക്ക് ചെയ്യാൻ നല്ല ടൈം എടുത്തു. കാരണം ഇറ്റ്സ് എ വെരി ലോങ് ചാപ്റ്റർ. ദർ ആർ മെനി സ്റ്റുഡൻസ് ഹു സ്കിപ്പ് ദ പെർട്ടിക്കുലർ ചാപ്റ്റർ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ്. എഗെയിൻ ദിസ് പെർട്ടിക്കുലർ ഏരിയ DVR ഇസ് സംതിങ് വിച്ച് വി എക്സ്പെക്ട് ദിസ് ടൈം. DVRൻ്റെ എത്ര ഷെയർസ് വരെ DVR ആയിട്ട് ഇഷ്യൂ ചെയ്യാം? DVR ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും പ്രശ്നങ്ങൾ, നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വാട്ട് ആർ ദ കണ്ടീഷൻസ് ദാറ്റ് ഹാസ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ്? ഇതൊക്കെ DVRനകത്തെ ആ റൂളിനകത്ത് മൊത്തം പറയുന്നുണ്ട്. സോ ഗോ ത്രൂ ദാറ്റ് DVR ഏരിയ. പിന്നെ ഈ 47, 48 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 47 എടുത്ത് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പൊതുവേ വോട്ടിംഗ് റൈറ്റ് ഇല്ല. പക്ഷേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് കിട്ടുന്നത് എപ്പോഴൊക്കെയാണ്? അവർ റൈറ്റ് എഫക്റ്റഡ് ആകുമ്പോഴാണ്. സോ സെക്ഷൻ 47 ഇസ് ഇമ്പോർട്ടൻറ്റ്. 48 എന്ന് പറഞ്ഞാൽ വേരിയേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ് ആണ്. ഷെയർ ഹോൾഡറിൻ്റെ റൈറ്റ് വേരി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കംപ്ലൈ ചെയ്തിട്ട് വേണം? SR പാസ്സാക്കണം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈബ്യൂണലിനടുത്ത് അപ്പീലിന് പോകാം. ആ ഒരു 48 ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റൻ കിടപ്പുണ്ട്. ഒറ്റ ക്വസ്റ്റൻ നോക്കിയാൽ മതി. 47 നോക്കണം, 48 നോക്കണം. പിന്നെ ഈ കോൾസ് ഇൻ അഡ്വാൻസിനെ ബേസ് ചെയ്യുന്ന 2 രീതി ക്വസ്റ്റൻ ചോദിക്കാനാണ് ചാൻസ്.
കോൾസ് ഇൻ അഡ്വാൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? അതായത് കമ്പനി കോൾസ് ഇൻ അഡ്വാൻസ് നേരത്തെ പേ ഓഫ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? കോൾ വിളിക്കാതെ തന്നെ അഡ്വാൻസ് എമൗണ്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? കോൾസ് ഇൻ അഡ്വാൻസിന് മുകളിൽ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? ഈ 2 ക്വസ്റ്റനും പല അറ്റംപ്റ്റിലായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ കണ്ടു. സോ കോൾസ് ഇൻ അഡ്വാൻസ് പെർമിസിബിൾ ആണോ? കോൾസ് ഇൻ അഡ്വാൻസിന് മുകളിൽ ഡിവിഡൻഡ് പേ ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? പിന്നെ സ്വെറ്റ് ഇക്വിറ്റി, വെരി ഇമ്പോർട്ടൻറ്റ്. സോ മെനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ ഫൈൻഡ് അണ്ടർ ദ സ്വെറ്റ് ഇക്വിറ്റി കാറ്റഗറി. സ്വെറ്റ് ഇക്വിറ്റി തന്നെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട 3 കണ്ടീഷൻസ് ഞാൻ പറഞ്ഞുതരാം. സ്വെറ്റ് ഇക്വിറ്റിയുടെ ലോക്ക് ഇൻ പീരീഡ് എന്തെങ്കിലും ഉണ്ടോ? സ്വെറ്റ് ഇക്വിറ്റി ഇഷ്യൂ ചെയ്തിട്ട് ഇത്ര നാളത്തേക്ക് പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യരുത്. ലോക്ക് ഇൻ പീരീഡ് എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത് ആ ടോട്ടൽ ലിമിറ്റിന് ചേഞ്ച് ഉണ്ട്. അതായത് സാധാരണ കമ്പനിക്ക് മാക്സിമം സ്വെറ്റ് ഇക്വിറ്റി ഇത്രയും ചെയ്യാം. ഒരു സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനിക്ക് അത് കൂടുതലായിരിക്കും. അപ്പോൾ ആ സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് എത്രയാണ് സാധാരണ കമ്പനിക്ക് ടോട്ടൽ എത്രയാണ്, 1 വർഷം എത്ര വെച്ചിട്ട് കൊടുക്കാം. അതായത് ടോട്ടൽ എത്ര പറ്റും, 1 വർഷം എത്ര പറ്റും, അത് സാധാരണ കമ്പനിക്ക് എത്ര പറ്റും, സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് എത്ര പറ്റും, ലോക്ക് ഇൻ പീരീഡ് ഓഫ് സ്വെറ്റ് ഇക്വിറ്റി. ഓക്കെ. പിന്നെ ഒരു അറ്റംപ്റ്റിൽ എന്തോ ഞാൻ RTP MTPയോടെയാണ് കണ്ടത്, പെർമനൻറ്റ് എംപ്ലോയി ആവണോ, ടെമ്പററി എംപ്ലോയി ആയാൽ മതിയോ? അപ്പോൾ എംപ്ലോയി പെർമനൻറ്റ് ആണോ ടെമ്പററി ആണോ അത് നോക്കണം. മൈന്യൂട്ട് സാധനമാണ്, പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനകത്ത് ഇട്ടിട്ട് സ്റ്റുഡൻസിനെ കൺഫ്യൂസ് ചെയ്യും. ദ എംപ്ലോയി വാസ് എ ടെമ്പററി എംപ്ലോയി, ദ എംപ്ലോയി വാസ് നോട്ട് എ ഹോൾ ടൈം ഡയറക്ടർ, അങ്ങനെയൊക്കെ പറഞ്ഞവർ ചോദിക്കും. സോ ആ ഒരു ഏരിയയും കൂടെ നോക്കണം. ദീസ് ആർ ദ കണ്ടീഷൻസ് ദറ്റ് യു ഹാവ് ടു സ്ട്രെസ് അണ്ടർ സ്വെറ്റ് ഇക്വിറ്റി. പിന്നെ പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ്, എങ്ങനെയാണ് പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് നടത്തുക, ആർക്കാണ് കൊടുക്കേണ്ടത്? ഈ പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് കൂടെ ഞാൻ എഴുതാൻ വിട്ടുപോയ ഒരു സാധനമുണ്ട്. സെക്ഷൻ പറയുന്നില്ല, റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നതാണ് നല്ല റൈറ്റ് ഇഷ്യൂ. ESOP, ഇത് ഐ ഫീൽ they can ask for 2 or 3 marks as an OR question at least, even if your OR question is actually bad. മറ്റേ ക്വസ്റ്റൻ ഭയങ്കര ബാഡ് ആണെങ്കിൽ യു ക്യാൻ ആക്ച്വലി ഗോ ത്രൂ ദിസ്. ഈ റൈറ്റ് ഇഷ്യൂനകത്ത് അവർക്ക് ചോദിക്കാൻ ചാൻസ് അല്ലെന്ന് പറയുക റൈറ്റ് ഓഫ് റിനൻസിയേഷൻ. നിങ്ങൾക്ക് റൈറ്റ് ഇഷ്യൂ റിനൻസ് ചെയ്യാൻ പറ്റുമോ, അത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓതറൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ 2 കാര്യം നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മതി. AOA ഓതറൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, AOAക്ക് പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, റൈറ്റ് ഓഫ് റിനൻസിയേഷൻ പോസിബിൾ ആണോ? ESOP ആണെങ്കിൽ പ്രൈവറ്റ് കമ്പനിക്ക് എന്ത് റെസൊല്യൂഷൻ പാസ്സാക്കണം, പബ്ലിക് കമ്പനിക്ക് എന്ത് റെസൊല്യൂഷൻ പാസ്സാക്കണം, ബാക്കി ഇറ്റ്സ് ഓൾ സിമ്പിൾ 1 or 2 lines only for ESOP. Then comes section 58. ഇതിനകത്ത് പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ എത്ര ദിവസത്തുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, റെഫ്യൂസൽ ഓഫ് ട്രാൻസ്ഫർ ആണെങ്കിൽ എത്ര ദിവസത്തുള്ളിൽ ഇൻറ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, പബ്ലിക് കമ്പനി ആണെങ്കിൽ എത്ര ദിവസത്തുള്ളിൽ ഇൻറ്റിമേറ്റ് ചെയ്യണം. ഞാൻ ക്ലാസ്സിലും കുറേ തവണ പറഞ്ഞാണ്, റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ക്വസ്റ്റ്യൻ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് കമ്പനി ബേസ് ചെയ്യുന്ന പ്രൊവിഷൻ മാത്രം എഴുതുക, പബ്ലിക് കമ്പനി ആണെങ്കിൽ പബ്ലിക് കമ്പനി ബേസ് ചെയ്യുന്ന പ്രൊവിഷൻ മാത്രം എഴുതുക. ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു സെക്ഷൻ 58. Alteration reduction of capital, repeated question, very important. Repeated question ആണ് alteration reduction of capital. തിരിഞ്ഞു പോകരുത്. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ NCLTയുടെ അപ്രൂവൽ വേണം, ഓൾട്രേഷൻ എന്ന് പറയുമ്പോൾ NCLTയുടെ അപ്രൂവൽ വേണ്ട. ഡിബെഞ്ചർ DRRന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കുറേ നാളായി. സോ ഡിബെഞ്ചറിനകത്ത് ചോദിക്കാൻ ചാൻസ് എന്താണെന്നറിയോ, നമ്മുടെ ഇത് ഡിബെഞ്ചർ ട്രസ്റ്റിയുടെ ക്വാളിഫിക്കേഷൻ ഡിസ്ക്വാളിഫിക്കേഷൻ എന്താ, ഡിബെഞ്ചർ ട്രസ്റ്റീനെ റിമൂവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. സോ ആ ഏരിയ നോക്കിക്കോണേ. ഡിബെഞ്ചർ ട്രസ്റ്റിയുടെ ക്വാളിഫിക്കേഷൻ ഡിസ്ക്വാളിഫിക്കേഷൻ നോക്കുക. അതുപോലെ DRR ഡിബെഞ്ചർ റിഡംഷൻ റിസർവിലോട്ട് മാറ്റേണ്ട പെർസെൻറ്റേജ് എത്ര, റിസർവിലോട്ട് മാറ്റേണ്ട പെർസെൻറ്റേജ് എത്ര, അത് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടും കേസ് ബേസ്ഡ് ആയിട്ടും ചോദിക്കാം. ദ ലാസ്റ്റ് വൺ ബൈബാക്കിന് മൊത്തം നോക്കേണ്ട ആവശ്യമില്ല. കണ്ടീഷൻസ്, സോഴ്സസ്, ഇത് 2 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോഴ്സ് ഓഫ് ബൈബാക്കും കണ്ടീഷൻസ് ഫോർ ബൈബാക്കും. പിന്നെ നമ്മുടെ ബൈബാക്ക് ചെയ്തതിന് ശേഷം എത്ര നാളിന് ഉള്ളിൽ അത് റീഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഇറ്റ് ക്യാൻ കം ആസ് എ 2 or 3 mark ക്വസ്റ്റ്യൻ. സോ ബൈബാക്കിനകത്ത് ആ ഏരിയ മാത്രം നോക്കിയാൽ മതി. ഡിബെഞ്ചറിനകത്ത് ഞാൻ പറഞ്ഞു ഡിബെഞ്ചർ ട്രസ്റ്റിയുടെ ക്വാളിഫിക്കേഷൻ എന്താ, ഡിസ്ക്വാളിഫിക്കേഷൻ എന്താണ്, പിന്നെ ഡിബെഞ്ചർ ട്രസ്റ്റീനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റൂ, DRRലോട്ട് മാറ്റേണ്ട എത്ര പെർസെൻറ്റേജ് ആണ്, റിസർവിലോട്ട് മാറ്റേണ്ട പെർസെൻറ്റേജ് എത്രയാണ്. സോ ഇൻകോർപ്പറേഷൻ നാളെ നോക്കണം, പ്രോസ്പെക്ടസ് നാളെ നോക്കണം, ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ് നാളെ നോക്കണം. Then comes deposits and charges. ഡെപ്പോസിറ്റ്സിനകത്ത് സെക്ഷൻ 73 ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദ മെമ്പേഴ്സ്, ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദ പബ്ലിക്. ഞാൻ എളുപ്പമാർഗ്ഗം പറഞ്ഞിട്ടുണ്ട്, മറന്നുപോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ടെക്നിക്കലി കണ്ടീഷൻസ് സെയിം ആണ്. പബ്ലിക്കിനകത്ത് കുറച്ച് അഡീഷണൽ കണ്ടീഷൻസ് മാത്രമേ വരുന്നുള്ളൂ. ഈ 76-നകത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് എന്താണെന്നറിയോ, 76-നകത്ത് അവർ പറയുന്നുണ്ട് എലിജിബിൾ കമ്പനി ഏതൊക്കെയാണ്. പിന്നെ ഇത്തവണത്തെ RTP MTPക്കകത്ത് വന്നിട്ടുണ്ട്, ഈ എലിജിബിൾ കമ്പനിക്ക് ഇത്ര ശതമാനം വരെ ആണെങ്കിൽ OR പാസ്സാക്കുക,
180 സബ്സെക്ഷൻ 1 ക്ലോസ് സി ലിമിറ്റിനെ ക്രോസ് ചെയ്യുവാണെങ്കിൽ SR പാസ്സാക്കുക. സോ 180 സബ്സെക്ഷൻ 1 ക്ലോസ് സി എന്താണെന്ന് നോക്കണം. ആ ലിമിറ്റ് വരെയാണെങ്കിൽ OR, ആ ലിമിറ്റിനെ എക്സീഡ് ചെയ്താൽ SR. എലിജിബിൾ കമ്പനി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ബാക്കി ടെക്നിക്കലി ഒരെണ്ണം പഠിച്ചാൽ മറ്റേത് ഫ്രീ എന്നുള്ള രീതിയിലാണ്. ഈ പിന്നെ സെക്ഷൻ 73 തന്നെ നമ്മൾ സബ്ബായിട്ട് പഠിക്കുന്ന സമയത്ത് ഒരു സാധനം പഠിച്ച ഓർമ്മയുണ്ടോ? ഒരു സർട്ടൻ കാറ്റഗറി ഓഫ് പ്രൈവറ്റ് കമ്പനികൾക്ക് എന്ത് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട, നമ്മുടെ DRR കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട, സർക്കുലർ ഇഷ്യൂ ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കമ്പനിക്ക് ഒരു എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ആ കാറ്റഗറി ഓഫ് പ്രൈവറ്റ് കമ്പനി ഏതൊക്കെ, അത് ചോദിക്കാനും ഭയങ്കര ചാൻസ് കൂടുതലാണ്. ദെൻ ഇവിടെ RTP ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ. അതിനകത്ത് ടെന്യൂർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 0 to 3 months എത്ര ഫണ്ട് ആക്സെപ്റ്റ് ചെയ്യാം ഡെപ്പോസിറ്റ്സ് ആയിട്ട്, 3 to 6 months എത്ര പറ്റും, 6 to 36 എത്ര പറ്റും, അത് ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ എത്ര പറ്റും, പബ്ലിക് കമ്പനി എലിജിബിൾ പബ്ലിക് കമ്പനി ആണെങ്കിൽ എത്ര പറ്റും, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എത്ര പറ്റും, സ്പെസിഫൈഡ് പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എത്ര പറ്റും. ആ കാറ്റഗറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഗവൺമെൻറ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ് ദ ടെന്യൂറിന് പാർട്ട്. Last but not the least, again, qualification, disqualification of deposit trustee. Qualification, disqualification of deposit trustee is equally important like a debenture trustee. So, our area on deposits chapter na important ആയിട്ട് എനിക്ക് തോന്നുന്നത്. Then comes charges. Charges നാഥ ക്രിസ്റ്റലൈസേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് ചാർജ്. എപ്പോഴാണ് ഫ്ലോട്ടിംഗ് ചാർജ് ക്രിസ്റ്റലൈസ്ഡ് ആകുന്നത്? ആ കണ്ടീഷൻസ് ഏതൊക്കെയാണ്? 4 കണ്ടീഷൻസ് ഓർക്ക്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് കാറ്റഗറി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ് 77, 78 രജിസ്ട്രേഷൻ ഓഫ് ചാർജസ് ബൈ ദ കമ്പനി, രജിസ്ട്രേഷൻ ഓഫ് ചാർജസ് ബൈ ദ ഹോൾഡർ. ഇത് പഠിച്ചതിന് ശേഷം മോഡിഫിക്കേഷനിലോട്ട് വരാം. Again, 80 mark it as very very important for this particular attempt. 80 section 80 deemed notice of charge. അപ്പോൾ എനിക്ക് ചാർജ് ഉണ്ടായിരുന്ന കാര്യം അറിയില്ലായിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല. സോ സെക്ഷൻ 80 is very important. പിന്നെ 82, 83 and 87. 82, 83, 80 കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് കാറ്റഗറി ഏറ്റവും ഇമ്പോർട്ടൻ്റ് അണ്ടർ ദ സെക്ഷൻസിൽ സെക്ഷൻ 80, എന്നിട്ട് 82, 83, അതിനുശേഷം 77, 78, 79 ആൻഡ് 87. ദിസ് ഇസ് വാട്ട് ഐ ഫീൽ ടു ബി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്പർ ഓഫ് ഡേയ്സ് നിങ്ങൾക്ക് MCQന് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ചാർജസ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. 30 day, നമ്മുടെ അഡീഷണൽ ഡേയ്സ്, അഡീഷണൽ ചാർജസ് ആണെങ്കിൽ എത്ര, എഡ്വലോറം ചാർജസ് ആണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണം, മോഡിഫിക്കേഷൻ ആണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണം, റെക്ടിഫിക്കേഷൻ ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് എത്ര ദിവസത്തിനുള്ളിൽ പോസിബിൾ ആണ്, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജ് എത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണം. സോ ദാറ്റ് നമ്പർ ഓഫ് ഡേയ്സ് ഇസ് ആക്ച്വലി വെരി വെരി ഇമ്പോർട്ടൻറ്റ് when it comes to the charges chapter. This is what charges, dividend, deposits. ഈ 3 ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് for your multiple choice. Okay, then comes again management administration. നാളെ നോക്കേണ്ട ചാപ്റ്ററാണ് management and administration. Just like share capital and debenture, I found this chapter to be very difficult for me to give you that very very important area ഒക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു ഓർത്ത് വയ്ക്കാനായിട്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ this is what I feel will come for this particular attempt. രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിനകത്ത് ഇൻക്ലൂഡിങ് ദ ഫോറിൻ രജിസ്റ്റർ എവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? അപ്പം ROM മറക്കരുത്. രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് ദ ഫോറിൻ രജിസ്റ്റർ എവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. SBO മെയ് 2025 ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഫർ ചെയ്യാം. ബിക്കോസ് ഐ കുഡൻറ്റ് ഫൈൻഡ് എനി ക്വസ്റ്റ്യൻ ഇൻ ദ വർക്ക് ബുക്ക്. സോ SBOനെ ബേസ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ റെഫർ ചെയ്ത് പോയി അറ്റംപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ദെൻ കംസ് ആനുവൽ റിട്ടേൺ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ആനുവൽ റിട്ടേൺ എത്ര ദിവസത്തിലുള്ളാണ് ROCക്ക് ഫയൽ ചെയ്യേണ്ടത്? EGM ഒരു അറ്റംപ്റ്റിൽ തന്നെ ഓർ ക്വസ്റ്റ്യനിലും ചോദിച്ചു, റിപ്പീറ്റ് ചെയ്ത് തൊട്ടടുത്ത അറ്റംപ്റ്റിലും ചോദിച്ചു. എന്തിനാണെന്ന് എനിക്കറിയില്ല. സെയിം EGMൻ്റെ സെയിം ഏരിയ സെക്ഷൻ 100 നിന്ന് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിനകത്ത് എസ്പെഷ്യലി അവർ ചോദിക്കുന്നത് റിക്വസിഷനിസ്റ്റ് റിക്വസ്റ്റ് കൊടുത്തു, എത്ര ദിവസത്തിനുള്ളിൽ EGM കണ്ടക്ട് ചെയ്യണം. റിക്വസിഷനിസ്റ്റ് റിക്വസ്റ്റ് കൊടുത്തിട്ട് ബോർഡ് കണ്ടക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് എത്ര ദിവസത്തിനുള്ളിൽ കണ്ടക്ട് ചെയ്യാം. അതിൻ്റെ അത്രയും നാൾ വന്നേക്കുന്ന എക്സ്പെൻസ് റിക്വസിഷനിസ്റ്റ് ബെയർ ചെയ്യുവാണെങ്കിൽ ആര് റീംബേഴ്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സംഭവത്തെ ബേസ് ചെയ്ത് കുറേ തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈജിപ്തിൻ്റെ അകത്ത് ഈ ഒരു ഏരിയ മാത്രം ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ കണ്ടത് നമ്മുടെ ഈജിപ്തിൻ്റെ കേസിൽ നോട്ടീസ് കൊടുക്കുമ്പോൾ എത്ര ദിവസത്തിലുള്ളതാണ് നോട്ടീസ് കൊടുക്കേണ്ടത്. ആൻഡ് നമ്മുടെ എന്താണ് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് വെക്കേണ്ട ആവശ്യമുണ്ടോ, എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് വെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുന്ന ഈ 2 കാറ്റഗറി ക്വസ്റ്റ്യൻ I've seen lot of times. അതായത് റിക്വസിഷനിസ്റ്റ് കൊടുക്കുമ്പോൾ എത്ര പേരാണ്, എത്ര ശതമാനം ആൾക്കാരാണ് റിക്വസ്റ്റ് കൊടുക്കേണ്ടത്, എത്ര ദിവസമുള്ളിൽ നോട്ടീസ് കൊടുക്കണം എന്നിട്ടുള്ള കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ദാറ്റ് ഏരിയ വെരി ഇമ്പോർട്ടൻറ്റ് ഐ വുഡ് സേ. സോ മെനി ടൈംസ് ഐ ഹവ് റിപ്പീറ്റഡ് ദിസ് ക്വസ്റ്റ്യൻ. ഇത് ഒരു റിപ്പീറ്റഡ് MCQവും കൂടെയാണ് ദിസ് വൺ. SBOൻ്റെ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ വർക്ക് ബുക്കിൽ കിടപ്പില്ല. ജസ്റ്റ് ഗോ ത്രൂ യുവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ.
നോട്ടീസും എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നോട്ടീസും അഗൈൻ നമ്പർ ഓഫ് ഡേയ്സിനെ ബേസ് ചെയ്ത് ക്വസ്റ്റൻ ചോദിക്കാം. 21 ഡേൻ്റെ കമ്പ്യൂട്ടേഷനെ ബേസ് ചെയ്തിട്ടുള്ള കേസ് ബേസ്ഡും എക്സ്പെക്ട് ചെയ്യാം. എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് വെക്കേണ്ട സാഹചര്യം ഏതൊക്കെ 3 പറയുന്നുണ്ട്. മാൻഡേറ്ററി ആയിട്ട് ഈ അറ്റംപ്റ്റിൽ പഠിച്ചുകൊണ്ട് പോകണം, നോട്ടീസും എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റും. കോറത്തിനകത്ത് അഗൈൻ ഞാൻ ഇത്തവണത്തെ RTP MTP കണ്ടുകൊണ്ട് ഞാൻ കോർ ഇട്ടിട്ട് പറയാണ്, മക്കളെ കോറിനകത്ത് നിങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട 2 കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കുട്ടികൾ തെറ്റിക്കുന്നത് ഞാൻ പ്രീവിയസ് ഇയർ നോക്കിയതിൽ. ഒന്ന്, AOA ഒരു ഹയർ നമ്പർ പ്രിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ അവിടെ കൊടുത്തേക്കുന്ന സെക്ഷനിൽ കൊടുത്തേക്കുന്ന നമ്പർ എടുക്കരുത്. അതിപ്പോൾ പബ്ലിക് കമ്പനി ആണെങ്കിൽ നമ്മൾ പറയത്തില്ലേ 5, 15, 30, പ്രൈവറ്റ് ആണെങ്കിൽ 2 നമ്മൾ പറയില്ലേ, അത് എടുക്കരുത്. ഇഫ് AOA is prescribing a higher number. AOA പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ അതതായ കമ്പനിയുടെ ലിമിറ്റ് എത്രയാണോ അത്ര വെച്ച് നിങ്ങൾക്ക് കോറും കൗണ്ട് ചെയ്യാം. റെപ്രസെൻറ്റേറ്റീവിനെ കോറത്തിനകത്ത് കൂട്ടാം, പ്രോക്സീനെ ഇൻക്ലൂഡ് ചെയ്യരുത്. പിന്നെ റെപ്രസെൻറ്റേറ്റീവ്സ് സെപ്പറേറ്റ് കമ്പനീനെ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്തേക്കണം. ഇതാണ് ഞാൻ കുട്ടികൾ ചെയ്തേക്കുന്ന മിസ്റ്റേക്കായിട്ട് കണ്ടേക്കുന്നത്. കമ്മിങ് ടു പ്രോക്സി പാർട്ട്, പ്രോക്സി അഗെയിൻ ഹൈ വെയിറ്റേജ് ഫോർ ദിസ് പെർട്ടിക്കുലർ അറ്റംപ്റ്റ്. കഴിഞ്ഞ അറ്റംപ്റ്റ് എക്സ്പെക്ട് ചെയ്താണ് പ്രോക്സി, മാറാത്തതുകൊണ്ട് ഇത്തവണ പ്രോക്സി വി ആർ എക്സ്പെക്ടിങ്. സോ പ്രോക്സിക്കകത്ത് അഗെയിൻ പല രീതിയിൽ അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരാൾക്ക് മാക്സിമം എത്ര ആളുടെ പ്രോക്സി ആകാൻ പറ്റും, എത്ര മാക്സിമം ഷെയർ ഹോൾഡിംഗ് ആണ് അയാൾക്ക് പറ്റുന്നത്, പ്രോക്സി ഫോം എത്ര മണിക്കൂർ മുന്നേ ഡെപ്പോസിറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഐ ഫീൽ വെരി ഇമ്പോർട്ടൻറ്റ്. AOAക്ക് പ്രോക്സിയുടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പീരിയഡ് കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ? നോ. അപ്പോൾ അതൊക്കെ സെക്ഷനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രോക്സിയുടെ ഏരിയ വളരെ ക്ലിയർ ആയിട്ട് നോക്കണം. ഒരാൾക്ക് മാക്സിമം എത്ര ആൾക്കാരുടെ പ്രോക്സി ആകാൻ പറ്റും, എത്ര ശതമാനം പറ്റും ആ പ്രോക്സി ഹോൾഡിംഗ്, ആ ഷെയർ ഹോൾഡിംഗ് എത്ര, ആ മെമ്പറിന് എത്ര ഷെയർ ഹോൾഡിംഗ് ഉണ്ട്, അത്ര വെച്ച് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് അയാൾക്ക് മറ്റേ മെമ്പറിന് പ്രോക്സി ആകാൻ പറ്റുള്ളൂ. പിന്നെ പ്രോക്സി ഫോം 48 മണിക്കൂറിനുള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ആ പീരീഡ് AOAക്ക് കൂട്ടിക്കൊടുക്കാൻ പറ്റും. അതിനൊരു ഫോം നമ്പർ ഉണ്ട് MGT11. സോ പ്രോക്സീൻ്റെ ഡീറ്റെയിൽസ് നോട്ടീസിനകത്ത് സ്പെസിഫൈ ചെയ്യണം. ഇല്ലെങ്കിൽ അവിടെ ഒരു പെനാലിറ്റിയും പറയുന്നുണ്ട്, ഓർത്തോണം. ഈ 48 മണിക്കൂറിനെ ബേസ് ചെയ്ത് ഒരു XYZW അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്. ഞാനത് എളുപ്പം സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡും പറഞ്ഞിട്ടുണ്ട്. ഇഫ് യു ഹാവ് forgotten you can message me, I'll put a voice note. Make sure you do that question go. That was a repeated question. കുറേ നാളായിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് 48 hours ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. വോട്ടിംഗ് ഓർ പോസ്റ്റൽ ബാലെ ഏതെങ്കിലും ഒരെണ്ണേ ചോദിക്കത്തുള്ളൂ. വോട്ടിംഗ് ഓർ പോസ്റ്റൽ ബാലെ. ടെക്നിക്കലി വോട്ടിംഗ് പഠിച്ചാൽ പോസ്റ്റൽ ബാലെ എളുപ്പമാണ്. അഡീഷണൽ ആയിട്ട് 1-2 കാര്യങ്ങൾ വന്നേക്കുന്ന അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. വോട്ടിംഗ് പോസ്റ്റൽ ബാലെ ഒരെണ്ണം പഠിച്ചിട്ട് എക്സ്ട്രാ വരുന്ന പോയിന്റ് ഏതാണെന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി. പോസ്റ്റൽ ബാലെ ചോദിക്കുവാണെങ്കിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻ പോസ്റ്റൽ ബാലെ വഴി ചെയ്യണം എന്ന് ചോദിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തവണത്തെ RTP MTP എന്തോ ഞാൻ ഡിസ്കസ് ചെയ്ത സമയത്ത് അത് കണ്ടു. നമ്മൾ പോസ്റ്റൽ ബാലയുടെ പ്രൊസീജിയർ പഠിച്ചിട്ട് പോകും. ഷിൻസോട് മറ്റേ സാധനം ചോദിക്കും, എന്ത് പോസ്റ്റൽ ബാലെ വഴി മാൻഡേറ്ററി ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെ. സോ ദാറ്റ് യു ക്യാൻ ഗോ ത്രൂ. പിന്നെ പോളിൻ്റെ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. പോൾ ഒരിക്കൽ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും. പോൾ ഡിമാൻഡ് ചെയ്ത ആൾക്കാർക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. പിന്നെ പോള് ഡിമാൻഡ് ചെയ്യുമ്പോൾ ഒരു കാര്യമാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കണ്ടക്ട് ചെയ്യണം, ഒരെണ്ണം ആണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ കണ്ടക്ട് ചെയ്താൽ മതി. അത് ഏതൊക്കെ? അപ്പോൾ ഇത് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടേക്കുന്ന ഏരിയ. ഞങ്ങൾ ചുമ്മാ പോള് വായിച്ചു പോരുത്, ഈ ഏരിയ നോക്കിക്കോണം. പോള് എത്ര പേർക്കാണ് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നത്, മിനിമം എത്ര ശതമാനമാണ് നമ്പർ ഓഫ് മെമ്പേഴ്സാണ് പോള് ഡിമാൻഡ് ചെയ്യേണ്ടത്, പോള് ഡിമാൻഡ് ചെയ്ത ആൾക്കാർക്ക് തന്നെ അത് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുമോ. പിന്നെ പോള് നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോൾ ഇമീഡിയറ്റ്ലി തന്നെ കണ്ടക്ട് ചെയ്യണം. വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ 48 hours കണ്ടക്ട് ചെയ്താൽ മതി. പിന്നെ സ്പെഷ്യൽ നോട്ടീസ് നമ്മുടെ 115 ആണ്. ഇത് ആക്ച്വലി നമ്മുടെ ഓഡിറ്റേഴ്സിനും കൂടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ ഒരു ചാപ്റ്റർ മാത്രമായിട്ട് ഇട്ടേക്കുന്നതല്ല. ഓഡിറ്റേഴ്സ് ചാപ്റ്ററിനകത്ത് 115 എന്ന് പറയുന്ന ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ജസ്റ്റ് ഗോ ത്രൂ ദിസ്. മിനിറ്റ്സും ചോദിച്ചിട്ട് കുറേ നാളായി, അതുകൊണ്ട് ചോദിക്കാം. മിനിറ്റ്സ് എങ്ങനെയാണ് ഇൻസ്പെക്ട് ചെയ്യേണ്ടത്, മിനിറ്റ്സിൻ്റെ കോപ്പി ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ മെമ്പേഴ്സിന് കൊടുക്കണം, മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിലൊക്കെ ഉപരി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. നിങ്ങളുടെ വർക്ക് ബുക്കിനകത്ത് കിടപ്പുണ്ട്. ചെയർമാൻ പറഞ്ഞു മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫെയർ ആൻഡ് കറക്റ്റ് സമ്മറി ആണ്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വിച്ച് ഇസ് ഡിഫമേറ്റീവ്, ഡിട്രിമെൻ്റൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് എ കമ്പനിക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ ചെയ്തത് ശരിയാണോ തെറ്റാണോ? ചെയർമാൻ ചെയ്തത് തെറ്റാന്ന് ഷെയർ ഹോൾഡേഴ്സ് പറയുന്നു. ഡു യു എഗ്രി വിത്ത് ദ കണ്ടൻഷൻ മെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. അപ്പോൾ ചെയർമാന് ചില മാറ്റേഴ്സ് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും, ഈവൻ ഇഫ് ദ മിനിറ്റ്സ് ആർ റെപ്രസെൻറ്റ് എ ഫെയർ ആൻഡ് കറക്റ്റ് സമ്മറി. സോ ആ പറയുന്ന ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് നോക്കണം. ഇൻക്ലൂഡിങ് ദ ഇൻസ്പെക്ഷൻ ഓഫ് മിനിറ്റ്സ്, എത്ര ദിവസത്തിനുള്ളിൽ അതിൻ്റെ കോപ്പി എത്ര ദിവസത്തിൽ കൊടുക്കണം, കോപ്പി കൊടുക്കാൻ ചാർജ് ചെയ്യുന്ന പൈസ എത്ര, ആനുവൽ റിട്ടേൺ വേറെ, ആനുവൽ റിപ്പോർട്ട് വേറെ. ആനുവൽ റിപ്പോർട്ട് ഞാൻ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ആനുവൽ റിപ്പോർട്ട് ലിസ്റ്റഡ് കമ്പനി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. AGMക്ക് പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്തു എന്ന് പറയുന്നത് വളരെ സ്മോൾ സെക്ഷൻ. ഗോ ത്രൂ ആനുവൽ റിപ്പോർട്ട്. പിന്നെ ഇതും ഞാൻ ഈ അറ്റംപ്റ്റിലേക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു ഏരിയ ആണ്.
AGM എനിവെയർ ഇൻ ഇന്ത്യ, അൺലിസ്റ്റഡ് കമ്പനിക്ക് AGM എനിവെയർ ഇൻ ഇന്ത്യ കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ? കണ്ടക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്തൊക്കെ? ബാക്കി അല്ലെ സെക്ഷൻ കമ്പനിക്ക് എങ്ങനെ കണ്ടക്ട് ചെയ്യാൻ പറ്റും? അതർ കമ്പനീസിന് എങ്ങനെ കണ്ടക്ട് ചെയ്യാൻ പറ്റും? ലിസ്റ്റഡ് കമ്പനിക്ക് എങ്ങനെ കണ്ടക്ട് ചെയ്യാൻ പറ്റും? അതും വളരെ അധികം റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ കണ്ടു. സോ യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ AGM എനിവെയർ ഇൻ ഇന്ത്യ. സോ ദീസ് ആർ ദ ഏരിയ വിച്ച് യു ക്യാൻ ഗിവ് എസ് എ പ്രയോറിറ്റി 1 for management and administration. No, dividend if you are not doing today. ഞാനൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഐ വുഡ് ഡു ഇറ്റ് ഓൺ ദ ഡേ ഓഫ് ദ എക്സാം. വെരി സ്മോൾ ചാപ്റ്റർ, പെട്ടെന്നോടെ തീരും. പിന്നെ എക്സാമിന് നമുക്ക് എങ്ങനെയും തീർക്കണം എന്നൊരു തോരയായിരിക്കും. നാളത്തെ ദിവസം നമ്മളിങ്ങനെ കുറച്ച് ലാഗ് അടിക്കും. അപ്പോൾ അതുകൊണ്ട് ഡിവിഡൻറ്റ് നാളെ നോക്കണം എന്ന് ഞാൻ പറയില്ല. യു ക്യാൻ ഗോ ത്രൂ ഓൺ ദ ഡേ ഓഫ് ദ എക്സാം. നോ, ദീസ് ആർ ദ ചാപ്റ്റേഴ്സ് വിച്ച് ഐ വുഡ് സേ യു ഷുഡ് റിവൈസ് ഓൺ ദ ഡേ ഓഫ് എക്സാം. വൈ? ബിക്കോസ് ഹയസ്റ്റ് വെയിറ്റേജ്. അക്കൗണ്ട്സ്, ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ്, LLPയും കൂടെ നാളെ ഉണ്ട്. ഫെമ, ജനറൽ ക്ലോസ് ഇൻ്റർപ്രിട്ടേഷൻ ഒരുമിച്ചാട്ടോ ഇട്ടേക്കണേ. ജനറൽ ക്ലോസ് ഇൻ്റർപ്രിട്ടേഷൻ, ഡിവിഡൻറ്റ്. ഇത്ര സമയം മതിയോ? പിന്നെ മോർ ദെൻ ഇനഫാണ്. സോ ഓൺ ദ ഡേ ഓഫ് എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് പോയ മെജോറിറ്റി സ്റ്റുഡൻസ് എക്സാംഷൻ മേടിച്ചിട്ടുണ്ടല്ലോ ഓക്കെ. കാരണം മറന്നുപോയില്ല, ഹയസ്റ്റ് വെയിറ്റേജ് ആണ് ഈ ചാപ്റ്റേഴ്സ്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് മാറ്റാം എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനിന്ന് ക്വസ്റ്റൻ കുറച്ചിട്ടോ ഓഡിറ്റ് നോട്ടീസിന് ഒരു ക്വസ്റ്റൻ കൂട്ടാം. എല്ലാത്തിനും കൂടെ കൂട്ടിയാണ് ഹയസ്റ്റ് വെയിറ്റേജ്. കാരണം ഞാൻ ഇത്രയും പറഞ്ഞ ചാപ്റ്റേഴ്സിന് മാത്രം 55 തൊട്ട് 60 മാർക്കാണ് ക്വസ്റ്റൻ വരിക. സോ നിങ്ങൾ പരീക്ഷ രാവിലെ റിവൈസ് ചെയ്യുമ്പോൾ മറന്നു എന്നുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. സോ നാളെ റിവൈസ് ചെയ്യേണ്ട ലാസ്റ്റ് ഏരിയയും കൂടെ പറഞ്ഞിട്ട് വിൽ ഗോ ടു ദാറ്റ് പെർട്ടിക്കുലർ ചാപ്റ്റർ. നാളെ ഫോറിൻ കമ്പനിയും കൂടെ ഉണ്ട്. ഫോറിൻ കമ്പനീൻ്റെ അഗെയിൻ ഒരു കാര്യം, LLPയുടെ വരാൻ. LLP is a very big chapter. There are many students who left the chapter. So അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, winding up by the tribunal, repeated question. 5 or 6 attempts they've asked. So give priority to winding up by the tribunal. പിന്നെ സ്ഥിരം ചോദിച്ചേക്കുന്ന ക്വസ്റ്റൻ ആണ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ്. ആർക്കൊക്കെ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആകാം? ഞാൻ വീണ്ടും എടുത്തു പറയാം. ഒരു ബോഡി കോർപ്പറേറ്റിന് ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആവാൻ പറ്റില്ല. ഇൻഡിവിജ്വൽസിന് മാത്രമേ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആകാൻ പറ്റുള്ളൂ. പാർട്ട്ണർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലും ആകാം, ബോഡി കോർപ്പറേറ്റും ആകാം. സോ അതിനെ ബേസ് ചെയ്യുന്ന കേസ് ബേസ് ക്വസ്റ്റൻ കുറേ തവണ കണ്ടു. ചേഞ്ച് ഓഫ് നെയിം ഓഫ് ദി LLP, അതിനകത്ത് ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുള്ളതാണ്. പാർട്ട്ണർഷിപ്പായിട്ട് റിസംബിൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കമ്പനിയായിട്ട് റിസംബിൾ ചെയ്യരുത്, LLP ആയിട്ട് റിസംബിൾ ചെയ്യരുത്, രജിസ്റ്റർഡ് ട്രേഡ് മാർക്കായിട്ട് റിസംബിൾ ചെയ്യരുത്. രജിസ്റ്റർഡ് ട്രേഡ് മാർക്കായിട്ട് റിസംബിൾ ചെയ്യുവാണെങ്കിൽ എത്ര നാളിനുള്ളിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം? സ്ഥിരം ചോദിക്കുന്നതാണ്. രജിസ്റ്റർഡ് ട്രേഡ് മാർക്ക് ആണെങ്കിൽ അതിൽ നിന്നാണ് ഹയസ്റ്റ് ചാൻസ് ദാറ്റ് ക്വസ്റ്റൻ മൈറ്റ് കം. സെക്കൻഡ് ചാൻസ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പായിട്ട് റിസംബിൾ ചെയ്യുന്നു, ചേഞ്ച് ഓഫ് നെയിമിൽ നിന്ന് ക്വസ്റ്റൻ വരുവാണെങ്കിൽ. പിന്നെ സ്മോൾ LLP കുറേ തവണ അഗൈൻ സെയിം ക്വസ്റ്റൻ ദേ ഹാവ് റിപ്പീറ്റഡ് ഡെഫിനിഷൻ ഓഫ് സ്മോൾ LLP. പിന്നെ ലയബിലിറ്റി ഓഫ് LLP ആൻഡ് പാർട്ട്നേഴ്സ്. ദിസ് അറ്റംപ്റ്റ് ഐ ഫീൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. LLPക്ക് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ലയബിലിറ്റി വരിക, പാർട്ട്നേഴ്സിന് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ലയബിലിറ്റി വരിക. പിന്നെ ഡെഫിനിഷൻസും ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് നോക്കണം. ഫിനാൻഷ്യൽ ഇയർ അങ്ങനെ കുറച്ച് ഇപ്പോൾ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഡെഫിനിഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, ശരിക്കും പറഞ്ഞാൽ ഡെഫിനിഷൻ പഠിച്ചാൽ ഫീച്ചേഴ്സ് എഴുതാൻ വലിയ പാടൊന്നുമില്ല. ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനി, ഫീച്ചേഴ്സ് ഓഫ് LLP തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സോ ഇറ്റ്സ് വെരി ഈസി ഫോർ യു ടു റൈറ്റ്. ദെൻ ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. LLPയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതിൻ്റെ ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതും ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോണം ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷേഴ്സ്. ദെൻ ദ ലാസ്റ്റ് പ്രയോറിറ്റി വിസിൽ ബ്ലോയിങ്. ഇതിനകത്ത് ആക്ച്വലി വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ട്രാൻസ്ഫറി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റ് ചോദിച്ചുകൊണ്ടാണ് ഞാനത് ഇടാത്തത്. നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നോക്കാം. അല്ലാതെ LLPക്കകത്തൊരു പാർട്ട്ണർ അയാളുടെ ഷെയർ പുറത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ ആ ട്രാൻസ്ഫറിക്ക് പാർട്ട്ണറിൻ്റെ എല്ലാ റൈറ്റും കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു സംഭവം 40s ഒരു സെക്ഷനാണ്. ഇഫ് യു വാണ്ട് യു ക്യാൻ ഗോ ത്രൂ ദിസ്, ഓർ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വിച്ച് ഐ ഫീൽ in the LLP area. Even if you have skipped LLP, please go through this. എങ്ങാനും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ you are getting 5 marks. Many students who left out LLP. I hope it's clear till now. വലിയ കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. Now, ഈ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഓൾസോ ടുമോറോ ആണ്. ഇറ്റ്സ് എ വെരി സ്മോൾ ചാപ്റ്റർ ലൈക്ക് ഡിവിഡൻസ്. സോ വി കനോട്ട് പെർട്ടിക്കുലർലി സേ ഡു ദിസ് ചാപ്റ്റർ, സ്കിപ്പ് ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക്, അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പ്രിഫറബിളി പറയണത് നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്ത് നിങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഇനീഷ്യലി കൊടുത്തേക്കുന്ന കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്.
ആ ഡെഫിനിഷൻസ് നിങ്ങൾ നോക്കുക. എന്താണ് ഫോറിൻ കമ്പനി, ഇതിനെ ഫോറിൻ കമ്പനിയിൽ നിന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതിനുശേഷം ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ട് എത്ര ദിവസത്തിനുള്ളിലാണ് അവർക്ക് ഇവിടെ ബിസിനസ് കമൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ RTP MTP ഡിസ്കഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് ഇസ് വിത്ത് റെസ്പെക്ട് ടു അവർക്ക് പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിലൊന്നും ഇല്ല, അപ്പോൾ അവരെന്ത് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഏരിയ. ഓക്കെ, അതൊന്ന് നോക്കണം. ആ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ടതാണ്, അവർക്ക് ഷെയർ ഇഷ്യൂ നടത്തണം, ആ ഒരു ഏരിയ. ആൻഡ് ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ദ IDR പാർട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് കുറേയൊക്കെ ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് നമ്മൾ പറയില്ലേ, സെയിം cut copy paste whatever you have studied in the companies act, the same thing will apply here. Accounts of a company, whatever you have studied here, same cut copy paste. Auditors, accounts, prospectus ന്റെ കുറേ പോർഷൻസ് എല്ലാം കട്ട് കോപ്പി പേസ്റ്റ് ആണ്. എക്സ്പേർട്ട് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം സെയിം ആണ്. അപ്പോൾ അതിനകത്തുനിന്ന് എടുത്തെടുത്ത് നിങ്ങൾ വായിക്കേണ്ടത്, അതായത് എല്ലാം കൂടി ഒരു 1 hour സ്പെൻഡ് ചെയ്താൽ മതി. ദി ഇനീഷ്യൽ ഡെഫിനിഷൻ പാർട്ട്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം, എന്തെങ്കിലും ഓൾട്രേഷൻ വരുവാണെങ്കിൽ എത്ര ദിവസത്തുള്ളിൽ നിങ്ങളത് അറിയിക്കണം, നിങ്ങളുടെ എവിടെയാണ് നിങ്ങളുടെ ROC, നിങ്ങൾ ഏത് ROCയുടെ അടിയിലാണ്, ഫോം നമ്പേഴ്സ് ഏതൊക്കെയാണ്, FC1 FC2 അങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, ഫോം നമ്പേഴ്സ്. അതിനുശേഷം ഇത്തവണത്തെ RTP MTP ഡിസ്കഷനകത്ത് വന്നേക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട്, പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിൽ ഇല്ല, അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നല്ലൊരു ക്വസ്റ്റൻ ആണ്, ഗോ ത്രൂ ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റൻ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് IDR പാർട്ട്. ദിസ് ഇസ് വിത്ത് റെസ്പെക്ട് ടു ദ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് India. Coming to the topics which you have to study on the day of the exam. അപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. വലിയ തീരുമാനങ്ങളായിട്ട് 3:30 എഴുന്നേറ്റ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ട. All what you have to do is start studying from 6 o'clock. 6 to 1 is more than enough. കമ്മിങ് ടു ദ ഫെമയ്ക്കകത്തിടാൻ ഞാൻ ചില ട്രാൻസാക്ഷൻസ് ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും ഒക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ആ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, കറണ്ട് അക്കൗണ്ടിനകത്തും ക്യാപിറ്റൽ അക്കൗണ്ടിനകത്തും നിങ്ങൾക്ക് വീണ്ടും എടുത്ത് വായിക്കാം. സോ നല്ല ഉറപ്പുണ്ട്, ഓക്കെ ഇതാണ്, ഇത് കറണ്ട് അക്കൗണ്ട് ആണ്, ഇത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്, ഇതിന് RBI അപ്രൂവൽ ആണ്, ഇത് പ്രൊഹിബിറ്റഡ് ആണ്, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, നൗ റെസിഡൻഷ്യൽ സ്റ്റേറ്റസിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഐ എം എക്സ്പെക്ടിങ് ദിസ് ടൈം. റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് വി ആർ എക്സ്പെക്ടിങ് ദിസ് ടൈം. ഇയാൾ PRI ആണോ PROI ആണോ എന്ന് ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇത്തവണ ചോദിക്കാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഒരു ജോയിൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്, അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ജോയിൻറ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു, അവർ ഇന്ത്യയുടെ പുറത്ത് മൂവ് ഔട്ട് ചെയ്തു, പിന്നെ വൈഫ് മരിച്ചുപോയി, ഹസ്ബൻഡ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു, പുള്ളിക്കാരിയുടെ പ്രോപ്പർട്ടിയും പുള്ളിക്കാരൻ ഇൻഹെറിറ്റ് ചെയ്തു. ഇപ്പോൾ പുള്ളിക്കാരൻ എന്നിട്ട് ആ പുള്ളിക്കാരിയുടെ പൈസ മൊത്തമായ അക്കൗണ്ടിലോട്ട് മാറ്റി, US അക്കൗണ്ടിലോട്ട് മാറ്റി. ഇപ്പോൾ US അക്കൗണ്ട് ഉപയോഗിച്ച് പുള്ളിക്കാരൻ ഒരു പ്രീമിയം എമൗണ്ട് അടച്ചു. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ബേസ് നല്ലൊരു ക്വസ്റ്റ്യൻ May 2025 കിടപ്പുണ്ട്. യു ജസ്റ്റ് ഗോ ത്രൂ ദ ജോയിൻറ്റ് അക്കൗണ്ട് ക്വസ്റ്റ്യൻ. കമ്മിങ് ടു ചില ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പഠിക്കാൻ പോകുന്ന സമയത്ത് ഇന്ത്യയുടെ പുറത്ത് പോകുമ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യാൻ പറ്റുമോ, എത്ര പറ്റും? മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ അബ്രോഡ് നടത്തുവാണ്, അപ്പോൾ എന്തുമാത്രം ഫോറിൻ എക്സ്ചേഞ്ച് ഡ്രോയിൽ പോസിബിൾ ആണ്? ഗിഫ്റ്റ് റെമിറ്റൻസസ് നടത്തുവാണെങ്കിൽ എന്തുമാത്രം ഫോറിൻ എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യാൻ പറ്റും? കൾച്ചറൽ ടൂർ പർപ്പസിന് വേണ്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ഡ്രോ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും? ആരുടെ അപ്രൂവലാണ് നിങ്ങൾ എടുക്കേണ്ടത്? വിന്നിങ് ഔട്ട് ഓഫ് ദ ലോട്ടറി ടിക്കറ്റിൻ്റെ നിങ്ങൾ ഫോറിൻ എക്സ്ചേഞ്ച് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് പുറത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ? പിന്നെ എക്സ്പോർട്ടിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് 2-3 അറ്റംപ്റ്റ് ഞാൻ കണ്ടു. അതുപോലെ എക്സ്പോർട്ടിനകത്ത് തന്നെ ഡൊണേഷൻസ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻ ഔട്ട്സൈഡ് ഇന്ത്യ നിങ്ങൾ കൊടുക്കുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്, കുറച്ച് ടെക്നിക്കൽ സപ്പോർട്ട് തരുന്നുണ്ട്, നിങ്ങൾ ഡൊണേഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? എഗെയിൻ ഇതും ഇത്തവണ ഈ PROIനെ ബേസ് ചെയ്യുന്ന ഈ 2 ഏരിയയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. PROIക്ക് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ്, പെർമിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ്, ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, എടുത്ത് വായിച്ചോണം. ആദ്യമേ പ്രൊഹിബിറ്റഡ് വായിക്കാം. PROIക്ക് ഇന്ന ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റൂല, അതെടുത്ത് വായിക്കണം. ഇന്ന ട്രാൻസാക്ഷൻസ് പെർമിസിബിൾ ട്രാൻസാക്ഷൻസ് ആണ്. പിന്നെ ഇമൂവബിൾ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തി ഒരു PROI, ടെക്നിക്കലി അത് ഇവിടെ കിടപ്പുണ്ട്, പക്ഷേ ഞാൻ എടുത്തത് Jan 2025 വന്ന ക്വസ്റ്റ്യൻ ഭയങ്കര നല്ലതായതുകൊണ്ട് എടുത്തെഴുതിയത് മാത്രമേ ഉള്ളൂ. പ്രൊഹിബിറ്റഡ് ട്രാൻസാക്ഷൻ്റെ ലിസ്റ്റ് ഏതൊക്കെയാണ്? കറണ്ട് അക്കൗണ്ടിനകത്ത് പ്രൊഹിബിറ്റഡ് ട്രാൻസാക്ഷൻസിൻ്റെ ലിസ്റ്റ് ഏതൊക്കെയാണ്? ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിൻ്റെ മുകളിൽ കൺസൾട്ടൻസി സർവീസ് പ്രൊവൈഡ് ചെയ്തു, അതർ കൺസൾട്ടൻസി സർവീസസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തു, അതിന് എന്തുമാത്രം നിങ്ങൾക്ക് പൈസ കൊടുക്കാൻ വേണ്ടി പറ്റും, എത്ര പൈസ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും? എക്സ്പോർട്ട് ഏജൻറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര കൊടുക്കാൻ പറ്റും? ഡെഫിനിഷൻസിനകത്ത് ഈ പറയുന്ന ഡെഫിനിഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കറൻസി, ഓതറൈസ് പേഴ്സൺ, ഫോറിൻ എക്സ്ചേഞ്ച്, കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ, PROI. സോ ഈ പറയുന്നത് ഞാൻ ചില കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷന്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, ഗിഫ്റ്റ് റെമിറ്റൻസ്, കൾച്ചറൽ ടൂർ, വിന്നിങ് ഔട്ട് ഓഫ് ലോട്ടറി ടിക്കറ്റ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ സോ മെനി ടൈംസ്. ആ എക്സ്പോർട്ടിൻ്റെ ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആണ്. ഇത്തവണ PROI, PRI, അതിനകത്തെ PROIക്ക് പെർമിറ്റഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ്, പെർമിസിബിൾ അല്ലാത്ത ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ്?
പിന്നെ പ്രൊഹിബിറ്റഡ് ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ് കറണ്ട് അക്കൗണ്ടിനകത്ത്. അപ്പോൾ ഇത് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യണം. ഈവൻ ഡെഫിനിഷൻസ്, ഈ കൊടുത്തേക്കുന്ന ഡെഫിനിഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്ന ഡെഫിനിഷൻസ്: കറൻസി, ഓതറൈസ് പേഴ്സൺ, ഫോറിൻ എക്സ്ചേഞ്ച്, കറണ്ട് അക്കൗണ്ട് ആൻഡ് PROI. നോക്കോണേ, FEMA. This is something which you have to revise repeatedly on the day of the exam. വലിയ താല്പര്യമില്ലാത്ത ചാപ്റ്ററാണ് ഈ രണ്ടെണ്ണം. ജനറൽ ക്ലോസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, ഡോണ്ട് സ്കിപ്പ് ഇറ്റ്. വെരി ഈസി ക്വസ്റ്റ്യൻ യൂഷ്വലി കംസ് ഫ്രം ജനറൽ ക്ലോസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. അതിനകത്ത് ഡെഫിനിഷൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ദിസ് ഇസ് വാട്ട് ഐം എക്സ്പെക്ടിങ് ദിസ് ടൈം. അതിനകത്ത് ഡോക്യുമെൻറ്റ്, ഇംപ്രസൻമെൻറ്റ്, ഗവൺമെൻറ്, ഫൈനാൻഷ്യൽ ഇയർ, ഓത്ത് പേഴ്സൺ റൂൾ, ഗുഡ് ഫെയ്ത്ത്, മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഇതിനെ ബേസ് ചെയ്യുന്ന കേസ് ബേസ് ക്വസ്റ്റൻ ആയിരിക്കും. ഭയങ്കര സിമ്പിളാണടാ, സോ സിമ്പിൾ. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ചുമ്മാ റിവൈസ് ചെയ്ത് വൺ ടൈം വായിച്ചാൽ പോലും നിനക്കത് എഴുതാൻ പറ്റും. ഇത് മൂവബിൾ ആണോ ഇമ്മൂവബിൾ ആണോ. ജസ്റ്റ് അറ്റ്ലീസ്റ്റ് നിങ്ങളെല്ലാം വിടാൻ ഉദ്ദേശിച്ചൊരു ടീമാണെങ്കിൽ പോലും ജസ്റ്റ് ഈ പറയുന്ന ഡെഫിനേഷൻസ് നോക്കണം. ഇതിനകത്ത് ഇംപ്രസൻമെൻറ്റും ഡോക്യുമെൻറ്റും നല്ല ക്വസ്റ്റൻസ് ആണ് RTP MTPക്കകത്ത് കിടക്കുന്നത്. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. പിന്നെ ഈ ഇനാക്ട്മെൻറ്റ് ഓഫ് ആക്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടു. എപ്പോഴാണ് ആക്ട് നിലവിലോട്ട് വരുന്നത്, എപ്പോഴാണ് റൂൾസ് നിലവിലോട്ട് വരുന്നത്, എപ്പോഴാണ് റെഗുലേഷൻസ് എഫക്റ്റീവ് ആകുന്നത്. സോ ഇനാക്ട്മെൻറ്റ് ഓഫ് റൂൾസ്, റെഗുലേഷൻസ്, ഒരു ആക്ട് എപ്പോഴാണ് നിലവിലോട്ട് വരുന്നത് എന്ന് പറയുന്ന ഒരു ഏരിയ സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടൈം, നിങ്ങൾ എങ്ങനെയാണ് ടൈം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫ്രം ടു ഒക്കെ ഉപയോഗിക്കില്ലേ, ഫ്രം ഡിവിഡൻഡ് ഹാസ് ടു ബി പെയ്ഡ് വിതിൻ 30 days. അപ്പോൾ ആ ഫ്രം എത്ര ദിവസമുള്ളിൽ കമ്പ്യൂട്ട് ചെയ്യും, ടു ആണെങ്കിൽ എത്ര ദിവസമുള്ളിൽ, ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, ഏതൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യണം. പിന്നെ കോർട്ടോ ഓഫീസോ ക്ലോസ്ഡ് ആണ്, അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണം. അപ്പോൾ നിങ്ങൾ അതെപ്പോഴാണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ കോർട്ടോ അല്ലെങ്കിൽ ഓഫീസോ ക്ലോസ്ഡ് ആണെങ്കിൽ എത്ര നാളുള്ളിൽ ചെയ്യണം. ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യണം, റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം, കോർട്ട് ഓഫീസ് ക്ലോസ്ഡ് ആണ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ടൈം, ടെക്നിക്കലി ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ആണ്. പിന്നെ ജെൻഡറിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, ഹി എന്നൊരു യൂസേജ് ആണ് ലോയ്ക്കകത്ത് ഉപയോഗിച്ചേക്കുന്നത്. സോ ഷീ അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല എന്നാണോ അതിൻ്റെ അർത്ഥം, അങ്ങനത്തെ ഒരു ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഇഫക്റ്റ് ഓഫ് റിപ്പീൽ, അറ്റ്ലീസ്റ്റ് ഒരു 8 attempts they've asked. ഇഫക്റ്റ് ഓഫ് റിപ്പീൽ. പിന്നെ അപ്പോയിൻമെൻറ്റ് റിമൂവൽ, അപ്പോയിൻറ്റ് ചെയ്യുന്ന അതോറിറ്റിക്ക് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുമോ. ഇത്തവണത്തെ RTP MTPക്കകത്ത് കിടപ്പുണ്ട്. അപ്പോയിൻറ്റ് ചെയ്യുന്ന അതോറിറ്റിക്ക് തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ. ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു സ്റ്റഡി ഇൻ ദ ജനറൽ ക്ലോസ് പാർട്ട്. അപ്പോൾ ജനറൽ ക്ലോസിനകത്ത് റിവൈസ് ചെയ്യേണ്ട ഏരിയ ഇതൊക്കെ. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടൈം, കോർട്ട്, ഓഫീസ് ക്ലോസ്, മെഷർമെൻറ്റ് ഓഫ് ഡിസ്റ്റൻസ്, ജെൻഡർ, ഒഫൻസ് ആൻഡ് ടു ആക്ട് വിട്ടു ഏതാ പറഞ്ഞാൽ, ഇഫക്റ്റ് ഓഫ് റിപ്പീൽ, അപ്പോയിൻമെൻറ്റ് റിമൂവൽ, എല്ലാം കൂടെ ഒരു 30-35 minutes എടുക്കത്തുള്ളൂ. 1 line 2 line ഉള്ളൂ എല്ലാം. സോ റീഡ് ദ ക്വസ്റ്റ്യൻ, ആൻസർ, റീഡ് ദ ക്വസ്റ്റ്യൻ, ആൻസർ. സോ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവും, യു നോട്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. എടാ ഒഫൻസ് അണ്ടർ ദ 2 Act ഇത്തവണത്തെ RTP MTPക്കകത്ത് കിടപ്പുണ്ട്. ഇൻകം, നല്ല ക്വസ്റ്റ്യൻ ആണ്, കിഡിലും ക്വസ്റ്റ്യൻ RTP MTPക്കകത്ത് കിടക്കുന്നത്. അതായത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ അടിയിൽ ഇങ്ങനെ, മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ അടിയിൽ ഇങ്ങനെ, വേറൊരു ആക്ടിൻ്റെ അടിയിൽ ഇങ്ങനെ, നിങ്ങൾ 2 ആക്ടിൻ്റെ അടിയിലും പണിഷ്ഡ് ആകൂ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് RTP MTPക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നതിനകത്ത് പണിഷ്ഡ് ആകും. കാരണം 2 ആക്ടിൻ്റെ അടിയിലും 2 രീതിയിലാണ് ഒഫൻസ് കമ്മിറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഒരേ ഒഫൻസ് ഒരേപോലെയാണ് 2 ആക്ടിൻ്റെ അടിയിൽ കവേർഡ് അയക്കുന്നതെങ്കിൽ ഒരു ആക്ടിൻ്റെ അടിയിൽ നിങ്ങൾ പണിഷ്ഡ് ആവുള്ളൂ. ഒഫൻസിൻ്റെ നേച്ചറേ ഡിഫറൻ്റ് ആണ്. ഒരു ആക്ടിനകത്ത് വേറൊരു രീതിയിലാണ് കവേർഡായി പോകുന്നത്, മറ്റേ ആക്ടിനകത്ത് വേറൊരു രീതിയിലാണ് കവേർഡായി പോകുന്നതെങ്കിൽ 2 ആക്ടിൻ്റെ അടിയിൽ നിങ്ങൾ പണിഷ്ഡ് ആവും. നല്ല ക്വസ്റ്റ്യൻ ആണ്, നോക്കിയിട്ട് പോവുള്ളൂ. ഇൻ്റർപ്രിട്ടേഷൻ one chapter which students usually skip. അതിനകത്ത് ഇൻ്റർപ്രിട്ടേഷനകത്ത് മീൻസ് എന്താ, ഇൻക്ലൂഡ്സ് എന്താ, വിത്ത് എക്സാമ്പിൾ നോക്കിക്കോണം. ലോജിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്താ, ഷാൽ വേഴ്സസ് മേ, അതായത് നമ്മുടെ മാൻഡേറ്ററി പ്രൊവിഷൻ എന്താ, ഡയറക്ടറി പ്രൊവിഷൻ എന്താ. നിങ്ങളുടെ മാക്സിം, ഇതിനകത്ത് തന്നെ കണ്ടംപററി എന്ന് പറയുന്ന ഒരു മാക്സിം ഉണ്ട്. പ്ലസ് കസ്റ്റം, അതായത് കസ്റ്റം ഇസ് ദ ബെസ്റ്റ് ഇൻ്റർപ്രിറ്റർ ഓഫ് ലോ, ഇതിനകത്ത് വരുന്ന ഈ പ്ലസ് അതും കൂടെ ഒന്ന് നോക്കിക്കോ, അടുത്തടുത്ത് കിടക്കുന്നതാണ്. അപ്പോൾ നോക്കിക്കോ, കസ്റ്റം ഇസ് ദ ബെസ്റ്റ് ഇൻ്റർപ്രിറ്റർ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അതും കൂടെ നിങ്ങൾ നോക്കിക്കോണേ. പിന്നെ ഡിക്ഷണറി ഡെഫിനിഷൻ, മാർജിനൽ നോട്ട്സ്, ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ, ദീസ് ആർ ദ ഏരിയാസ് വിച്ച് ഐ ഫീൽ വിൽ കം ഫോർ ദിസ് പെർട്ടിക്കുലർ അറ്റംപ്റ്റ്. നിങ്ങൾക്ക് ബാക്കി നോക്കാം, പ്രശ്നമൊന്നുമില്ല. ഇതിനകത്ത് ഒരു സാധനം വന്നിട്ടില്ല, എജുസ്ഡം ജെനറസ് വന്നിട്ടില്ല. എജുസ്ഡം ജെനറസ് ആക്ച്വലി ഇത് കൊടുത്തേക്കുന്നതുകൊണ്ട് ഞാനത് ഇടാൻ മറന്നുപോയതാട്ടോ. എജുസ്ഡം ജെനറസ് ചോദിച്ചിട്ട് കുറച്ച് നാളായി. എജുസ്ഡം ജെനറസ് ഇതും ഭയങ്കര സിമിലർ ആയിട്ട് തോന്നും. ഇതും ഭയങ്കര സിമിലർ ആയിട്ട് തോന്നും. രണ്ട് കാര്യം പറയണേ. സോ ഇത്തവണത്തെ RTP MTPക്കകത്ത് കിടപ്പുണ്ട്. എജുസ്ഡം ജെനറസും ഈ പറയുന്ന മാക്സിമം, കസ്റ്റം ഇസ് ദ ബെസ്റ്റ് ഇൻ്റർപ്രിറ്റർ ഓഫ് ലോയും, ബാക്കിയുള്ളൊരു ഏരിയ അതായത് മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് എന്താണ്, ലോജിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്താണ്, ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ എന്താണ്, ഡിക്ഷണറി ഡെഫിനിഷൻ ആണോ നമ്മൾ നോക്കേണ്ടത്, പ്രൊവൈസോ മാർജിനൽ നോട്ട്സ് എന്താണ്, ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് വരുള്ളൂ. അതിനകത്ത് പിന്നെയും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നോക്കണമെങ്കിൽ പ്രിയാമ്പിൾ എന്നാന്നും കൂടെ ജസ്റ്റ് നോക്കിയിട്ട് പോകും. പ്രിയാമ്പിൾ ഓക്കെ. പിന്നെ
അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി ആൻഡ് ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ്. ഹയസ്റ്റ് വെയിറ്റഡ് ചാപ്റ്റർ. ഇതൊക്കെ പരീക്ഷണം നോക്കണ്ട. SFMA, ജനറൽ ക്ലോസ്, ഇൻ്റർപ്രിട്ടേഷൻ, അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി, ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് ആൻഡ് ഡിവിഡൻറ്റ്. മോർ ദൻ എനഫ്. 6 to 1 ഇറ്റ്സ് ഈസിലി യു ക്യാൻ കംപ്ലീറ്റ്. അക്കൗണ്ട്സ് ഓഫ് എ കമ്പനിക്കകത്ത് അഗൈൻ RTP മെയ് 2023 നിധി ലിമിറ്റഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. അക്കൗണ്ട്സ് ഓഫ് എ കമ്പനിക്കകത്ത് നിധി കമ്പനി ആണെങ്കിൽ എത്ര ദിവസമുള്ള നോട്ടീസ് കൊടുക്കണം എന്നുള്ള ബേസിസിൽ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ദാറ്റ് ഈസ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പ്ലീസ് ഗോ ത്രൂ ദാറ്റ്. അൺഅഡോപ്റ്റഡ് FS ROCക്ക് ഫയൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ? എത്ര ദിവസത്തിൽ ഫയൽ ചെയ്യണം? തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റിൽ, അതായത് തൊട്ട് മുന്നെന്ന് പറഞ്ഞാൽ ഈ സെപ്റ്റംബർ 2025 അല്ല, അതിൻ്റെ തൊട്ട് മുന്നത്തെ മെയ് 2025 അറ്റംപ്റ്റിൽ പിള്ളേർ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്ത മൾട്ടിപ്പിൾ ചോയ്സ് ഇതാണ് അൺഅഡോപ്റ്റഡ് FS. സോ അത് കേസ് ബേസ്ഡ് ആയിട്ട് ചോദിക്കാം, മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ചോദിക്കാം. അൺഅഡോപ്റ്റഡ് FS ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എത്ര ദിവസത്തിൽ ഫയൽ ചെയ്യണം? ഇൻക്ലൂഡിങ് അൺഓഡിറ്റഡ് അക്കൗണ്ട്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ? XBRL എല്ലാവരും ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആരൊക്കെ ഫോളോ ചെയ്യണം? ഒരിക്കൽ ഫോളോ ചെയ്താൽ പഴയ മെത്തേഡ് വഴി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമോ? വെരി ലോങ് സെക്ഷൻ ബട്ട് വെരി ഈസി ഏരിയ. CSRനകത്ത് തന്നെ കുറേ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കുറച്ച് ഏരിയാസ് പറയുന്നുണ്ട്, കമ്പ്യൂട്ടേഷൻ കൂടാതെ. അത് നോക്കി പോകണം. പിന്നെ ഒത്തൻറ്റിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തൻറ്റിക്കേഷൻ ഓഫ് FS ആരൊക്കെയാണ്? നമ്മൾ മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ ഉണ്ടെങ്കിൽ ചെയർമാൻ ചെയ്യണം, മാനേജിംഗ് ഡയറക്ടർ, 2 ഡയറക്ടേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കണില്ലേ? സോ ഒത്തൻറ്റിക്കേഷൻ ഓഫ് FS ഇസ് എ വെരി 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 ഇമ്പോർട്ടൻ്റ് ഏരിയ. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ആര് മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ആര് മെയിൻറ്റെയിൻ ചെയ്യണം, എവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് രജിസ്റ്റേർഡ് ഓഫീസ് അല്ലാതെ വേറെ എവിടെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? സോ ആ ഏരിയ നോക്കണേ. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മൊത്തം അല്ല നോക്കണ്ടേ. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, നേച്ചർ ഓഫ് മെയിൻ്റെനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ആര് മെയിൻറ്റെയിൻ ചെയ്യണം, എവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. രജിസ്റ്റേർഡ് ഓഫീസ് അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്താൽ കുഴപ്പമുണ്ടോ? കൺസോളിഡേറ്റഡ് FS ദിസ് അറ്റംപ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇൻക്ലൂഡിങ് ദ പ്രൊവൈസോ പാർട്ട്. കൺസോളിഡേറ്റഡ് FSനെ ബേസ് ചെയ്യുന്ന എൻറ്റയർ പ്രൊവിഷൻ, ആകെ കുറച്ചേ ഉള്ളൂ, അത് മൊത്തം നിങ്ങൾ നോക്കിയിട്ട് പോകണം. പിന്നെ ബോർഡ്സ് റിപ്പോർട്ടിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇസ് ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ്. ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വരേണ്ട 4 ഐറ്റം ഏതൊക്കെ, 3 ഐറ്റം ഏതൊക്കെ? ഭയങ്കര സിമ്പിളാണ്, തിയറിയാണ്. 4 പോയിൻറ്റ് 3 പോയിൻറ്റ് പഠിച്ചിട്ട് പോവുക. ഇതും സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. അമെൻമെൻ്റ് ആയിരുന്നു. നിങ്ങളുടെ വെരി റീസെൻറ്റ് അമെൻമെൻ്റ് അല്ല, കുറച്ച് നാൾ മുന്നേ വന്നൊരു അമെൻമെൻ്റ് ആണ്, ഓഡിറ്റ് ട്രെയിൽ ആൻഡ് ബാക്കപ്പ്. അപ്പോൾ അത് നിങ്ങൾ നോക്കണം. ഇലക്ട്രോണിക് റെക്കോർഡ്സ് വഴി മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഓഡിറ്റ് ട്രെയിലും ബാക്കപ്പും ഉണ്ടായിരിക്കണം. അപ്പോൾ ബാക്കപ്പ് എവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഓഡിറ്റ് ട്രെയിൽ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്. സോ ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ, ദീസ് ആർ ദ ഏരിയാസ് വിച്ച് യു ഹാവ് ടു റിയലി ഫോക്കസ് ഓൺ ദ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി. ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് വിച്ച് ഇസ് ദ ലാസ്റ്റ് ചാപ്റ്റർ. ദാറ്റ് ഈസ് ഇതിനകത്ത് ഫസ്റ്റ് നോക്കേണ്ടത് ഡിസ്ക്വാളിഫിക്കേഷൻ. 141 സബ്സെക്ഷൻ 3 നമുക്കൊരു സെറ്റ് ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നുണ്ട്. ആ ഡിസ്ക്വാളിഫിക്കേഷൻ എടുത്ത് നോക്കണം. റിലേറ്റീവിന് എത്ര ഷെയർ ഹോൾഡിംഗ് പറ്റും, ഓഡിറ്റർ ആണെങ്കിൽ എത്രയേ പറ്റുള്ളൂ, ബിസിനസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുണ്ടോ, അങ്ങനെ കുറച്ച് നമ്മൾ കാറ്റഗറി പഠിച്ചിട്ടില്ലേ 141 സബ്സെക്ഷൻ 3 അത് ഡിസ്ക്വാളിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. അതിൻ്റെ കൂടെ തന്നെ വരുന്നൊരു സംഭവമാണ് ഓഡിറ്റർ നോട്ട് ടു റെൻഡർ സർട്ടൻ സർവീസസ്. അതാ ഡിസ്ക്വാളിഫിക്കേഷൻ ലാസ്റ്റ് പോയിന്റ്, അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ടേക്കണം. കോസ്റ്റ് ഓഡിറ്റ് ചോദിച്ചിട്ട് കുറേ നാളായി. നിങ്ങളുടെ ഈ Jan 2026 കുറച്ചേ ഉള്ളൂ, പണ്ടത്തെ ടോപ്പിക്സൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. അപ്പോൾ കോസ്റ്റ് ഓഡിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ടേ പോകാവുള്ളൂ. റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് 139 സബ്സെക്ഷൻ 2 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, കുറേ തവണ ചോദിച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും റൊട്ടേഷൻ ആപ്ലിക്കബിൾ അല്ല, ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആണ്. റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് ഓഡിറ്റ് കമ്മിറ്റിയുടെ ലിമിറ്റും കൂടെ നോക്കിക്കോണം. എല്ലാ കമ്പനിക്കും ഓഡിറ്റ് കമ്മിറ്റി വേണ്ട. ഓഡിറ്റ് കമ്മിറ്റി വേണ്ട കമ്പനീസ് ഏതൊക്കെ, ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടെങ്കിൽ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെ, ഓഡിറ്റ് കമ്മിറ്റി ഇല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യും. പിന്നെ അവർ വേറൊരു സാധനം പറയുന്നില്ലേ, ബോർഡ് ഒരു പേര് പറയുന്നു, ഓഡിറ്റ് കമ്മിറ്റി അത് റിജക്റ്റ് ചെയ്യുന്നു, ആ ഒരു ഏരിയ. അപ്പോൾ ഞാനത് ഒറ്റയടിക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ അപ്പോയിൻമെൻറ്റ്, അതായത് ബേസിക്കലി ഫസ്റ്റ് ആൻഡ് സബ്സിക്വൻറ്റ് ഓഡിറ്റേഴ്സിൻ്റെ ഗവൺമെൻറ് കമ്പനി ആണെങ്കിലും നോൺ ഗവൺമെൻറ് കമ്പനി ഒരു ചാർട്ടൊക്കെ ഇട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഫസ്റ്റ് ഓഡിറ്റർ ആണെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണം, ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ആൾക്കാർ ചെയ്യും. സബ്സിക്വൻറ്റ് ഓഡിറ്റർ ആണെങ്കിൽ ഇന്ന ചെയ്യണം, ഫെയിൽ ചെയ്താൽ മറ്റു രീതിയിൽ പോകും. സിമിലർലി ഗവൺമെൻറ് കമ്പനിയുടെ ഫസ്റ്റ് ഓഡിറ്റർ ആൻഡ് സബ്സിക്വൻറ്റ് ഓഡിറ്റർ. ആൻഡ് ദ ലാസ്റ്റ് വൺ റിമൂവൽ. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയോ. യൂഷ്വലി 5 to 6 മാർക്സ് എന്ന് ചോദിക്കുന്ന ഒരു ഏരിയയാണ് റിമൂവൽ ഓഫ് എൻ ഓഡിറ്റർ. ചുമ്മാ ഓഡിറ്ററിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല, അതിനൊരു വലിയ പ്രൊസീജിയറുണ്ട്. ഓക്കെ, സോ ഗോ ത്രൂ ദാറ്റ് റിമൂവൽ ഓഫ് എൻ ഓഡിറ്റർ. സോ ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ഇത് രണ്ടും ഞാൻ അഡീഷണൽ ആയിട്ട് കൊടുത്തേക്കുന്നതാണ്. തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റ് റിപ്പോർട്ടിംഗ് ഓഫ് ഫ്രോഡ് ബൈ ദ ഓഡിറ്റർ ചോദിച്ചാണ്. ഇതിനകത്ത് വീണ്ടും ചോദിക്കാൻ ചാൻസ് 1 crore എബവ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഫ്രോഡ് റിപ്പോർട്ട് ചെയ്യും. ബിലോ 1 crore ഭയങ്കര എളുപ്പമാണ്, മറ്റത് പഠിച്ചാൽ അത് എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ടിംഗ് ഓഫ് ഫ്രോഡ് ബൈ ദ ഓഡിറ്റർ ഫോർ മോർ ദൻ 1 crore. റെമ്യൂണറേഷൻ ഓഫ് ഓഡിറ്റർ ഫിക്സ് ചെയ്യാൻ നേരത്ത് ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കിയിട്ട് പോയാൽ മതി. ഫിക്സ് ചെയ്യാൻ നേരത്തെ ആരാണ് ഫിക്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദീസ് ആർ ദ ഏരിയ. ക്യാഷ്വൽ വേക്കൻസി കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതുകൊണ്ട് ഞാൻ ഇവിടെ ഇടുന്നില്ല. ദീസ് ആർ ദ പെർട്ടിക്കുലർ ഏരിയ. സോ ഐ എം റിപ്പീറ്റിംഗ് ഫോർ വൺ ലാസ്റ്റ് ടൈം for 2 minutes. Just listen very carefully. For today, you can revise preliminary and dividend. If you're very tired, just preliminary. ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ മറ്റു ചാപ്റ്റേഴ്സ് ഒക്കെ, അതായത്
which is for tomorrow. You can start with incorporation of a company, prospectus, share capital and debentures, deposit charges, management and administration. Then your LLP and company incorporated outside India. എല്ലാത്തിനും ഒരു 1.5-2 മണിക്കൂർ മാക്സിമം. LLPക്ക് കുറച്ച് ടൈം എടുക്കുമായിരിക്കും, നമ്മുടെ ഇതിനൊന്നും തീരെ സമയം എടുക്കില്ല. മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ടൈം എടുക്കും, ചാർജസ് ടൈം എടുക്കില്ല, ഡെപ്പോസിറ്റ്സിന് ടൈം എടുക്കില്ല, പ്രോസ്പെക്ടസിന് ടൈം എടുക്കില്ല, ഇൻകോർപ്പറേഷൻ അധികം ടൈം എടുക്കില്ല. ടൈം എടുക്കുക എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ ഡിബെഞ്ചർ, മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ, LLP അതിനൊക്കെയാണ് ടൈം എടുക്കുക. സോ നിങ്ങൾ ടൈം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. I'm repeating again and again, please just don't read the topics and go. You have to be very familiar with the question. So ഇനിയും ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാനൊന്നും നമുക്ക് സമയമില്ല. സോ ഇത് വായിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ച് പോകണം. ഇത് മാത്രം വായിച്ചിട്ട് പോകരുത്, ബിക്കോസ് ഞാൻ നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടത്. ദിസ് വാട്ട് ഐ ഫീൽ. So meanwhile, when you're studying, if you have a doubt, if you have my number, you can send your doubts in my number. But if you don't have my number, you can actually write your doubts in the chat box, the comment box under this particular video, and I'll be coming and checking the comments in between. അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. സോ പ്രിപ്പയർ വെൽ ഹൗ വി ഹാവ് ഡിസ്കസ്ഡ്. ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. ആ 1.5 മണിക്കൂർ കൊണ്ട് എങ്ങനെയെങ്കിലും റിവിഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതാണ് നിങ്ങളുടെ അജണ്ട. എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്താൽ പോരാ, 1.5 മണിക്കൂർ 2 മണിക്കൂർ ടാർഗറ്റ് വയ്ക്കുക, അലാം വയ്ക്കുക ഫോണിനകത്ത്. ദ മൊമെൻറ്റ് യു നോ ദാറ്റ് 1.5 hours is done, go for the next chapter. അങ്ങനെ തീർത്ത് പോകുമ്പോൾ കുറച്ച് ടൈം പെൻഡിങ് ഉണ്ട്, എന്തെങ്കിലും പെൻഡിങ് ടോപ്പിക് ഉണ്ട്, യു ക്യാൻ കം ആൻഡ് റീഡ്. ഓക്കെ, സോ ഗിവ് യുവർ ബെസ്റ്റ്, ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഐ ഹോപ്പ് ദ സെഷൻ വാസ് ഹെൽപ്ഫുൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, താങ്ക് യു.